السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيدنا محمد سيد الأنبياء والمرسلين وعلى سائر الأنبياء وآل كلهم والصحابة أجمعين. أما بعد فاللهم اغفر لنا ولوالدينا ولمشايخنا ولسائر أقربائنا ولأزواجنا ولذرياتنا ولمصنف هذا الكتاب وللشراح ولمشايخهم ولوالديهم ولأقاربهم ولأحبابهم ولجميع المؤمنين والمؤمنات والمسلمين والمسلمات. സ്നേഹാദരവുള്ള സാദാത്തുക്കൾ, ഉസ്താദുമാർ, സഹോദര സഹോദരിമാർ, റഹ്മുർ-റഹീമിനായ അല്ലാഹു അവൻ പൊരുത്തപ്പെട്ട അമലായി നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. എല്ലാ അപാകതകളും അവന്റെ മഹബായ ഫദൽ കൊണ്ട് അവൻ പരിഹരിച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹക്ക് കൊണ്ട് ബറക്കത്ത് കൊണ്ട് അവന്റെ സ്വാലിഹ്യങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ദുആ വിവിധ ആളുകൾ, വിവിധ ഉദ്ദേശങ്ങൾ അവരുടെ ഹൃദയങ്ങളിൽ അവർ ഉണ്ട്. അവരുടെ എല്ലാ ഉദ്ദേശങ്ങളും റഹ്മുർ-റഹീമിനായ അല്ലാഹു അവന്റെ മഹബായ ഫദൽ കൊണ്ട്, അവന്റെ ഇൽമിന്റെ ബറക്കത്ത് കൊണ്ട്, മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ ക്ലാസ് റൂമിൽ ഒരുമിച്ച് കൂടിയ സാലിഹ്യങ്ങളുടെ ബറക്കത്ത് കൊണ്ട് റഹ്മുർ-റഹീമിനായ അല്ലാഹുവേ, നീ അവിടൊക്കെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും എളുപ്പത്തിൽ ഹാസിലാക്കി കൊടുക്കണേ റഹ്മാനെ. റഹ്മുർ-റഹീമിനായ അല്ലാഹുവേ, എല്ലാ ബലാ മുസീബത്തുകളിൽ നിന്നും ഇടങ്ങറുകളിൽ നിന്നും ഞങ്ങളെയും അവരെയും നീ കാത്തുരക്ഷിക്കണം റഹ്മാനെ. നിന്റെ ഖൈറായ മാർഗത്തിലായി ആഫിയത്തോടെ ദീർഘായുസ്സോടെ നിന്റെ താഅത്തിലായി ജീവിക്കുവാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ നേതാക്കൾക്കും, ഉസ്താദുമാർ, സംഘടനാ നേതാക്കൾ, ബന്ധപ്പെട്ടവർ, കൂട്ടുകുടുംബങ്ങൾ, റഹ്മുർ-റഹീമിനായ അല്ലാഹു എല്ലാവർക്കും നീ തുണ നൽകണം റഹ്മാനെ, തൗഫീഖ് നൽകണം റഹ്മാനെ എന്ന് ആമുഖമായി ദുആ ചെയ്ത് നമുക്ക് വിഷയത്തിലേക്ക് പ്രവേശിക്കാം ഇൻഷാ അല്ലാഹ്. ലാസ്റ്റ് സമയത്ത് നമുക്ക് സമയം കിട്ടിയെങ്കിൽ അല്പം കൂടി പല കാര്യങ്ങൾക്കും ദുആ ചെയ്യേണ്ടതുണ്ട്. എല്ലാവരും ദുആ ചെയ്യുമെന്ന് ഉള്ള ശുഭപ്രതീക്ഷയാണ് ചെറിയൊരു സമാധാനം നൽകുന്നത്. പ്രിയപ്പെട്ട കൂട്ടുകാരുടെ ദുആയാണ് ഒന്നാമത്തെ പ്രതീക്ഷ എന്ന് കൂടി ഉണർത്തി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അല്ലാഹു തആല പ്രതിഫലം നൽകുന്ന അമലായി നമ്മളുടെ അമലിനെ അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. നമുക്ക് ഇനി ഓതാനുള്ളത്, നേരത്തെ നമ്മൾ പഠിച്ചത് നല്ലത് കൊണ്ട് കൽപ്പിക്കുകയും ചീത്ത കൊണ്ട് വിരോധിക്കുകയും വേണമെന്ന ഭാഗമായിരുന്നു. അത് പറഞ്ഞപ്പോ അതിൽ പെട്ടതാണല്ലോ സംഘടനാ പ്രവർത്തനങ്ങളും ഒക്കെ. അത് മാത്രമായി സ്വന്തം കാര്യം വിസ്മരിച്ചു പോകുന്ന ഒരവസ്ഥ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. മറ്റുള്ള ആളുകളുടെ അപാകതകൾ നോക്കി അത് പരിഹരിക്കാൻ നോക്കുക എന്നതിലുപരി സ്വന്തം അപാകതകൾ, സ്വന്തമായുള്ള അപാകതകൾ തിരുത്താനാണ് ഒന്നാമതായി ശ്രമിക്കേണ്ടത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അധ്യായമാണ് ഇനി നമുക്ക് ഓതാനുള്ളത്. ബാബു തഗ്ലീദി ഉഖൂബത്തി മൻ അമറ ബിമഅറൂഫിൻ ഔ നഹാ അൻ മുൻകറിൻ. നല്ലത് കൊണ്ട് കൽപ്പിക്കുകയും അതല്ലെങ്കിൽ ചീത്ത കൊണ്ട് വിരോധിക്കുകയും ചെയ്ത് വഖാലഫ ഖൗലുഹു ഫിഅലഹു, അവന്റെ സംസാരം അവന്റെ പ്രവർത്തനത്തിന് എതിരായി വരികയും ചെയ്യുന്ന അവസ്ഥ, അതാണ് ഈ അധ്യായത്തിൽ വിശദീകരിക്കുന്നത്. ഇവിടെ ടേസ്റ്റ് ചെയ്തപ്പോഴ് ചെറിയ തഖദ്ദുമും തഅഖുറും ഉണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ ഈ ബൈലിക്സിന്റെ ഒരു അപാകതയാണ്. ഇങ്ങനെയാണ് ആദ്യം ഹെഡിങ്ങിലുള്ളത്. ഇങ്ങനെയാണ്: ബാബു തഗ്ലീദി ഉഖൂബത്തി മൻ അമറ ബിമഅറൂഫിൻ ഔ നഹാ അൻ മുൻകറിൻ വഖാലഫ ഖൗലുഹു ഫിഅലഹു എന്നാണ്. ഇവിടെയും അൻ മുൻകറിൻ എന്ന് പറഞ്ഞാൽ സ്ഥാനം തെറ്റിയിട്ടാണ് വന്നിട്ടുള്ളത്. ഏതായിരുന്നാലും കാര്യങ്ങള് ശരിക്കും നമ്മൾ മനസ്സിലാക്കിയാൽ മതി. എന്താണ് വിഷയം? എന്താണ്? ശിക്ഷ കാഠിന്യമുള്ളതാണ് എന്ന് വിശദീകരിക്കുന്ന ബാബാണ്. ബാബു തഗ്ലീദി ഉഖൂബത്തി മൻ
ഒരാൾക്ക് കിട്ടുന്ന ശിക്ഷ കഠിനമുള്ളതാണ്, ഗൗരവമേറിയതാണ് എന്ന് വിശദീകരിക്കുന്ന അധ്യായമാണ്. നല്ലതുകൊണ്ട് ഉപദേശിക്കാൻ നല്ല സുഖമാണ്. മറ്റുള്ള ആളുകളുടെ തെറ്റ് കാണുമ്പോൾ തെറ്റ് തിരുത്തണം വേണ്ടിയിട്ട് ശ്രമിക്കാനൊക്കെ നല്ല സുഖം തന്നെ. കാരണം മറ്റാളുടെ അപാകതയാണല്ലോ. അവിടെ നമ്മൾക്ക് ഒരു പവർ കിട്ടുന്ന രൂപമാണ് ബാഹ്യമായിട്ടുണ്ടാവുക. ഒരു മിനിറ്റ് കൊണ്ട് ഞങ്ങൾ ഡോറ് മുട്ടുന്നുണ്ട്, ഒന്ന് തുറന്നിട്ട് വരാം. ആരെങ്കിലും മൈക്കെടുക്കണേ, എടുത്തോളെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഉസ്താദ് ടെലിഫോൺ ആരോ വാതിൽ വിളിച്ചിട്ട് പുറത്തിറങ്ങിയതാണ്, ഉടനെ തന്നെ വരും. അല്പസമയം ക്ഷമിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സേവനത്തെയെല്ലാം ഖൈറായ, അവൻ്റെ അടുക്കൽ ഇഷ്ടപ്പെട്ട, അവൻ തൃപ്തിപ്പെടുന്ന, ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന അമലായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ സ്വീകരിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഉസ്താദുമാർക്ക്, ക്ലാസ് എടുക്കുന്നവർക്ക്, സഹകരിക്കുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹം ചെയ്യുമാറാവട്ടെ. ഉസ്താദ് വന്നിട്ടുണ്ട്. സാലിക്ക് മൈക്കിൽ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അപ്പോ ശിക്ഷ ഗൗരവമാണ് എന്ന് പഠിപ്പിക്കുകയെന്ന അധ്യായമാണ്. ബാബു തഗ്ലീദി ഉഖൂബത്തി മൻ, ഒരാൾക്ക് കിട്ടുന്ന ശിക്ഷ ഗൗരവമുള്ളതാണ്. അവസാനത്തിൽ നിന്ന് ഇങ്ങനെ ആദ്യത്തിൽ കാണുന്നു അറബിയിൽ അർത്ഥം വരിക. പരിചയമില്ലാത്ത ആളുകൾക്ക് വേണ്ടിയാണ് അത് വിശദീകരിക്കുന്നത്. ബാബു തഗ്ലീദ്, ബാബു എന്നുള്ളതിന്റെ അർത്ഥം ഏറ്റവും അവസാനം വരിക. തഗ്ലീദി ഉഖൂബത്തി മൻ, അവിടെ വരെയൊക്കെയാണ് ഇപ്പൊ വായിച്ചത്. മൻ എന്നുള്ളതിന്റെ അർത്ഥമാണ് ആദ്യം വായിക്കുന്നത്. പിന്നർത്ഥം വായിക്കുന്നതിന്റെ അർത്ഥം പറയുന്നതിന്റെ ഉഖൂബത്തി. ബാബു തഗ്ലീദി ഉഖൂബത്തി മൻ, ഒരാളുടെ ശിക്ഷ ഗൗരവമുള്ളതാണ് എന്ന് വിശദീകരിക്കുന്ന അധ്യായമാണ്. എങ്ങനെയുള്ള ആളാണത്? അമറ ബിമഅറൂഫിൻ, അവൻ നല്ലത് കൊണ്ട് കൽപ്പിച്ചു. കണ്ടോ? അമറ ബിമഅറൂഫിൻ, മഅറൂഫിൻ എന്നുള്ളതിന്റെ അർത്ഥം ആദ്യം വെക്കും, പിന്നെയാണ് അമറ, നല്ലത് കൊണ്ട് അവൻ കൽപ്പിച്ചു. ഔ നഹാ അൻ മുൻകരിൻ, അല്ലെങ്കിൽ വേണ്ടാത്തതിനെ തൊട്ട് വിരോധിച്ചു. എന്നിട്ടോ വഖാലഫ ഖൗലുഹു ഫിഅലഹു, വഖാലഫ ഖൗലുഹു, അവന്റെ വാക്ക് എതിരാകുകയും ചെയ്തു, ഫിഅലഹു, അവന്റെ പ്രവർത്തനത്തിനോട്. അവന്റെ പ്രവർത്തനം ഏതുപോലൊന്നുമില്ല, പറയുന്നത് പോലൊന്നുമില്ല. വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യരുത് എന്ന് അവൻ പറയുന്നുണ്ട്, പക്ഷെ അവന്റെ പ്രവർത്തനം അത് ചെയ്യലാണ്. വേണ്ട നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് കൽപ്പിക്കുന്നുണ്ട്, പക്ഷെ അവന്റെ പ്രവർത്തനം ചെയ്യാതിരിക്കലാണ്. ഇങ്ങനെ അവന്റെ വാക്കിനോട് പ്രവർത്തനം എതിരാകുന്ന ആൾക്ക് കിട്ടുന്ന ശിക്ഷ ഗൗരവമുള്ളതാണ്. അത് വിശദീകരിക്കുന്ന അധ്യായമാണ്. അവനക്ക് കിട്ടുന്ന ശിക്ഷ ഗൗരവമുള്ളതാണ് എന്ന് വിശദീകരിക്കുന്ന അധ്യായമാണ്. ഖാലല്ലാഹു തആല, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു, അത്മുറുന്നാസ ബിൽ ബിർരി വതൻസൗന അൻഫുസകും വഅൻതും തത്ലൂനൽ കിതാബ അഫലാ തഅഖിലൂൻ. അത്മുറുന്നാസ ബിൽ ബിർരി, അല്ലാഹു തആല ചോദിക്കുന്നു, ജനങ്ങളോട് നന്മ കൊണ്ട് നിങ്ങൾ കൽപ്പിക്കുന്നു, നന്മ കൊണ്ട് ജനങ്ങളോട് നിങ്ങൾ കൽപ്പിക്കുന്നു. അത്മുറുന്നാസ, ജനങ്ങളോട് നിങ്ങൾ കൽപ്പിക്കുന്നു, ബിൽ ബിർരി, നന്മ കൊണ്ട് നിങ്ങൾ കൽപ്പിക്കുന്നു, വതൻസൗന അൻഫുസകും, നിങ്ങളുടെ ശരീരത്തിനെ നിങ്ങൾ മറന്നു പോവുകയും ചെയ്യുന്നു. വഅൻതും തത്ലൂനൽ കിതാബ് അഫലാ തഅഖിലൂൻ, വഅൻതും, ഏതവസ്ഥയിൽ നിങ്ങൾ, തത്ലൂനൽ കിതാബ്, ശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവരാണ്. കിതാബിനെ നിങ്ങൾ ഓതുന്നുണ്ട്, എന്നിട്ടും നിങ്ങൾ ചെയ്യുന്നത് എന്താ? നിങ്ങൾ പറയുന്നതിനെതിര്, അത് യോജിച്ചതല്ല ഒരിക്കലും എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. വതൻസൗന അൻഫുസകും, നിങ്ങളുടെ ശരീരത്തിന് നിങ്ങൾ മറന്നു കളയുന്നു. വഅൻതും തത്ലൂനൽ കിതാബ്, നിങ്ങൾ കിതാബിനെ ഓതുന്നവരായിരിക്കെ, വഅൻതും, ഏതവസ്ഥയിൽ, അൻതും, നിങ്ങൾ, തത്ലൂനൽ കിതാബ, വിശുദ്ധ ഖുർആൻ നിങ്ങൾ പാരായണം ചെയ്യുന്നവരാണ് എന്നിരിക്കെ ജനങ്ങളോട് നന്മ കൊണ്ട് കൽപ്പിച്ച് നിങ്ങളുടെ ശരീരത്തിനെ നിങ്ങൾ മറന്നു കളയുകയോ? ഈ ലോകം അവസാനിക്കുന്നതാണ് എന്ന ബോധ്യം നിങ്ങൾക്കില്ലേ? നിങ്ങളെന്താണ് ഇങ്ങനെ നല്ലത് കൊണ്ട് കൽപ്പിച്ച് നിങ്ങൾ ചെയ്യാത്തത്? നിങ്ങളെന്തുകൊണ്ട് ഇടക്ക് കാര്യങ്ങൾ വിരോധിച്ചിട്ട് നിങ്ങളത് ചെയ്യുന്നു?
അഫലാ തഅഖിലൂൻ, നിങ്ങൾ ബുദ്ധിയുള്ളവരാകുന്നില്ലയോ? സൂറത്തുൽ ബഖറയുടെ 44-ാമത്തെ ആയത്താണ്. അപ്പോ ഇത് ഭയങ്കര ഒരു താക്കീതാണ്, ഒരു ഭീഷണിയാണ് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന്. നിങ്ങൾക്ക് ബുദ്ധിയില്ലേ ചോദിക്കുകയാണ്. وقال تعالى, അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ കബറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലൂ മാ ലാ തഫ്അലൂൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ പ്രവർത്തിക്കാത്തത് നിങ്ങൾ എന്തിനാണ് പറയുന്നത്? വ്യത്യസ്ത അർത്ഥങ്ങൾ അവിടെ ഉണ്ട്. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, വിശ്വസിച്ചായിരിക്കുന്ന ജനങ്ങളെ, ലിമ തഖൂലൂന, നിങ്ങൾ എന്തിനു പറയുന്നു? മാ, ചില കാര്യങ്ങൾ, ലാ തഫ്അലൂന, നിങ്ങളത് ചെയ്യുന്നില്ല. അപ്പൊ ജനങ്ങളുടെ ഇടയിൽ വലിയ ആളുകളാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ പറയുകയാണ് കുറെ കാര്യങ്ങള്. അത് ജനങ്ങളോട് ഉപദേശിക്കുന്ന ഉപദേശങ്ങളാവാം, അതല്ലെങ്കിൽ ഇവന്റെ പ്രവർത്തനത്തിന് അവൻ എടുത്തു പറയുന്നതാവാം. നിങ്ങൾ എന്തിനാ എടുത്തു പറയുന്നത്? ഇല്ലാത്ത കാര്യങ്ങൾ എടുത്തു പറയാം. ഞാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ, ഇങ്ങനെ ചെയ്യാത്ത കാര്യങ്ങളെ കുറിച്ച് പറയാം. ഉദാഹരണമായിട്ട് 5 വക്ത് നിസ്കാരം നിസ്കരിക്കാത്ത ഒരാള് പറയാം 5 വക്ത് ഞാൻ നിസ്കരിക്കുന്നുണ്ട് എന്ന് പറയാം. അല്ലെങ്കിൽ നിസ്കാരങ്ങളുടെ പിമ്പിലും ഉള്ള സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിക്കാത്ത ആളെന്ത് പറയാ? സുന്നത്ത് നിസ്കാരം നിങ്ങൾ നിസ്കരിക്കണം, ഞാനൊക്കെ നിസ്കരിക്കുന്നുണ്ട് എന്ന് പറയാം. ഇങ്ങനെ ചെയ്യാത്ത സ്വന്തം കാര്യങ്ങള് അവർ ചെയ്യുന്നതായി പറയുക, അതൊരർത്ഥമാണ്. ലിമ തഖൂലൂന, നിങ്ങൾ എന്തിനു പറയുന്നു? മാ ലാ തഫ്അലൂൻ, നിങ്ങളത് ചെയ്തിട്ടില്ല, അങ്ങനത്തെ കാര്യം നിങ്ങൾ ചെയ്തതായി പറയുന്നത് എന്തിനാണ്? കബറ മഖ്തൻ, അല്ലാഹുവിന്റെ അടുക്കലുള്ള ശിക്ഷയാൽ ഗൗരവമുള്ളതാണ്, വലുതാണ്, വലിയ ശിക്ഷയാണ്. ഇൻദല്ലാഹി, അല്ലാഹുവിന്റെ അടുക്കൽ, അൻ തഖൂലൂ, നിങ്ങൾ പറയൽ, മാ ലാ തഫ്അലൂൻ, നിങ്ങൾ ചെയ്യാത്തതിനെ പറയുക എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ അടുക്കൽ വലിയ കുറ്റകരമാണ്. ഇപ്പൊ നിങ്ങൾ സദഖ കൊടുക്കുന്നവരല്ലാതിരിക്കെ നിങ്ങൾ പറയാ, ഞാൻ എന്റെ സ്വത്തൊക്കെ ഞാൻ സദഖ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എത്ര നാളെയാ സദഖ ചെയ്യാൻ തുടങ്ങിയിട്ട് എന്ന് ഇല്ലാത്ത കാര്യങ്ങൾ പറയാം. പാവപ്പെട്ടവർക്ക് ഞാൻ ഭക്ഷണം കൊടുക്കുന്നുണ്ട്, എന്തൊക്കെ ഇല്ലാത്ത കാര്യങ്ങൾ, അവൻ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തതായി ജനങ്ങളോട് പറയുക. ഒന്ന്. മറ്റൊന്ന്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാരോട് ഉപദേശിക്കുക, ആ കാര്യം അവൻ ചെയ്യാതിരിക്കുകയും ചെയ്യുക. വേറുള്ള ആൾക്കാരോട് മുസ്ലിം ആയിക്കോളാൻ പറയാ, ഇവൻ മുസ്ലിം ആവാണ്ടിരിക്കുക. അങ്ങനെ നല്ല കുറെ ആൾക്കാർ ഇസ്ലാം നല്ല മതമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പ്രശംസിക്കും. അവരാണെങ്കിലോ, അവരാണ് നല്ലതാണെന്ന് നമ്മളുടെ അർത്ഥം സ്വീകരിക്കണം എന്നല്ലേ? ഏറ്റവും നല്ല മതം ശുദ്ധ ഇസ്ലാമാണ് എന്ന് പലരും പ്രസംഗിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താ? അതുകൊണ്ട് നിങ്ങളൊക്കെ ഏറ്റവും നല്ല മതം സ്വീകരിച്ചോളിനാണല്ലോ. എന്നിട്ട് അവരാണെങ്കിലോ സ്വീകരിച്ചിട്ടുണ്ടാവുകയില്ല. അപ്പൊ അങ്ങനെയുണ്ട്. അങ്ങനെ വ്യത്യസ്ത അർത്ഥങ്ങൾ അതിനുണ്ട്. ഏതർത്ഥത്തിൽ നോക്കുകയാണെങ്കിലും കബറ മഖ്തൻ, അത് വലിയ ശിക്ഷയാണ്, ശിക്ഷയാൽ വലുതായിട്ടുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. കബുറ എന്നാണ്, കബുറ വലുതായിട്ടുണ്ട്. മഖ്തൻ, മഖ്ത് എന്നതിന്റെ വാക്കർത്ഥം കോപം എന്നാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം കോപമെന്നോ സ്നേഹമെന്നോ മനുഷ്യരുടെ അല്ലെങ്കിൽ മനുഷ്യർക്കുള്ള വിശേഷണം അള്ളാഹുവിനില്ല, അല്ലെങ്കിൽ സൃഷ്ടികൾക്കുള്ള വിശേഷണങ്ങളും അള്ളാഹുവിനുണ്ടാവില്ല. അപ്പൊ കോപിച്ചാൽ ചെയ്യാവുന്ന കാര്യം എന്താ? ശിക്ഷിക്കലാണ്. ആ ശിക്ഷയാണ് അവിടെ ഉദ്ദേശം. അപ്പൊ കബറ മഖ്തൻ, ശിക്ഷയാൽ വലുതായിട്ടുണ്ട്. അല്ലാഹുവിന്റെ അടുക്കൽ, അൻ തഖൂലൂ മാ ലാ തഫ്അലൂൻ, നിങ്ങൾ ചെയ്യാത്ത കാര്യം നിങ്ങൾ പറയൽ. സൂറത്ത് സഫിന്റെ 2-3 ആയത്തുകളാണ്. وقال تعالى إخبارا عن شعيب صلى الله عليه وسلم, ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തൊട്ട് ഉള്ള ഉദ്ധരണിയായി അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, മാ ഉരീദു അൻ ഖാലിഫക്കും ഇലാ മാ അൻഹാകും അൻഹു. ഷുഐബ് നബി അലൈഹി സ്വലാം വളരെ ബുദ്ധിപരമായി ഖൗമിനെ അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിച്ച നബിമാരിൽപ്പെട്ട നബിയാണ്. വളരെ ബുദ്ധിപരമായിട്ട്. അപ്പോ അതിൽപ്പെട്ട ഒരു വാക്കാണ് ഇത്. ഒരു ജനങ്ങളെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വാക്കാണ്. ഉരീദു, ഞാൻ ഉദ്ദേശിക്കുന്നില്ല, അൻഖാലിഫക്കും ഇലാ മാ അൻഹാകും അൻഹു, നിങ്ങളോട് ചെയ്യണ്ടെന്ന് പറഞ്ഞ കാര്യം ചെയ്തുകൊണ്ട് നിങ്ങളോട് എതിരാവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളോട് ഇന്ന കാര്യം നിങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട്
ആ ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം ഞാൻ ചെയ്യാൻ വേണ്ടി ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ അന്യരുടെ സ്വത്തുക്കൾ പിന്നെ എന്താകരുത്, അന്യായമായി നിങ്ങൾ കൈയടക്കരുത്. ഷൈഖുൽ ഇസ്ലാം പറഞ്ഞൊരു ഇതാണത്. ഒന്ന് ഷൈഖ് നബി ഇസ്ലാം പറഞ്ഞ അളത്തത്തിലും തൂക്കത്തിലും നിങ്ങൾ ഏറ്റവ്യത്യാസം നടത്തരുത്. ഇങ്ങോട്ട് അളന്ന് വാങ്ങുമ്പോൾ കുറച്ച് കൂടുതൽ അളന്നെടുക്കുക, അങ്ങോട്ട് അളന്ന് കൊടുക്കുമ്പോൾ കുറച്ച് അളവ് കുറച്ച് കുറക്കുക. അതേപോലെ തൂക്കി വാങ്ങുന്ന സാധനങ്ങൾ കനം നോക്കി തൂക്കി വാങ്ങുന്ന സാധനങ്ങൾ എടുക്കുമ്പോൾ കുറച്ച് കൂടുതലാക്കിയിട്ട് ഇങ്ങോട്ട് എടുക്കുക, അങ്ങോട്ട് കൊടുക്കുമ്പോൾ കുറച്ച് അങ്ങോട്ട് കൊടുക്കുക. ഇങ്ങനെ വ്യത്യാസം വരുത്തരുത് നിങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കാര്യമാണല്ലോ അത്. ഇബാദത്തിന്റെ കാര്യം മാത്രമല്ല ഇപ്പൊ പറയണത്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ആർക്ക് മാത്രമേ ഇഷ്ടപ്പെടാതിരിക്കുള്ളൂ? ഈ പ്രവർത്തനം ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ ഇഷ്ടപ്പെടാതിരിക്കുള്ളൂ. വേറൊരുക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പൊ ജനങ്ങളെ മൊത്തത്തിൽ കൈയെടുക്കാനുള്ള വിദ്യകളുമായി കുറെ പിന്നെ പ്രവർത്തിച്ച ബഹുമാനപ്പെട്ട ഷുഐബ് നബി ഇസ്ലാമിനോട് പറഞ്ഞ ഒന്നാണ് ഇത്. നിങ്ങളോട് വിലക്കിയ കാര്യം ചെയ്തുകൊണ്ട് നിങ്ങളോട് എതിരാവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളോട് വിലക്കപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാതിരുന്നു. എന്നിട്ട് നിങ്ങൾ ചെയ്യാതിരിക്കുമ്പോ നിങ്ങളോട് ഞാൻ എതിരാവുക എങ്ങനെ? ഞാൻ വിലക്കപ്പെട്ട കാര്യം ചെയ്തുകൊണ്ട്. ഇങ്ങനെ നിങ്ങളോട് എതിരാവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോ എന്ത് കിട്ടി? പറയുന്ന കാര്യങ്ങൾ സ്വന്തം പ്രവർത്തിച്ചതിന് ശേഷമാണ് പറയേണ്ടത്. അതേപോലെ തന്നെ സ്വന്തം നടപ്പിലാക്കാൻ ആദ്യം നോക്കേണ്ടതെന്ന് ഈ ആയത്തുകൊണ്ടും കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ ഇനി വ്യത്യസ്ത ആയത്തുകൾ നമ്മൾ ഓതി. ഈ ആയത്തുകളൊക്കെ പഠിപ്പിക്കുന്നത് എന്താണ്? ഒരു കാര്യം പറയുമ്പോ ആ പറയുന്ന കാര്യങ്ങൾ സ്വന്തം പ്രവർത്തിത്തിൽ കൊണ്ടുവരണം. ഒരു കാര്യം വിരോധിക്കുമ്പോ ആ കാര്യം സ്വന്തമായിട്ട് ചെയ്യാതിരിക്കുന്നുണ്ടോ എന്നുള്ള ആദ്യം ശ്രദ്ധിക്കണം. എന്നൊക്കെ ഈ പറഞ്ഞ ആയത്തുകളിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. ഇനി ഹദീസുകളിലേക്കൊന്ന് കടന്നു നോക്കാം. അബി സൈദിൻ ഉസാമത ബിൻ സൈദിൻ ബിൻ ഹാരിസ. അബൂ സൈദ് ഉസാമത്ത് ബിൻ സൈദ് ബിൻ ഹാരിസ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നബി സല്ലല്ലാഹു കേൾക്കുന്നില്ലേ? അല്ലേ? എന്റെ സിസ്റ്റത്തിൽ മൈക്കിടക്ക് പോകുന്നതായിട്ട് തോന്നുന്നുണ്ട്. ഇപ്പൊ ക്ലിയർ ഉണ്ടോ? ഉണ്ടല്ലേ? ഓക്കെ. ഏതായിരുന്നാലും ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്നു. ഖാൽ സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ആര് പറയാണ്? ഉസാമത്ത് ബിൻ സയ്യിദ് പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ കേട്ടു. യഖൂലു, അവിടുന്ന് പറയുന്നതായി കേട്ടു. യുഅ്താ ബിർറജുലി യൗമൽ ഖിയാമ ഫയുൽഖാ ഫിന്നാർ فتندلق أقتاب بطنه فتندلق أقتاب بطنه أقتاب بطنه فيدور بها كما يدور الحمار في الرحى فيجتمع إليه أهل النار فيقولون يا فلان ما لك ألم تك تأمر بالمعروف وتنهى عن المنكر فيقول بلى كنت آمر بالمعروف ولا آتي وأنهى عن المنكر وآتي متفق عليه. ഈ ഹദീസിൽ എന്താ പറയുന്നത്? ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായിട്ട് ഞാൻ കേട്ടു. എന്താണ് പറയുന്നത്? യുഅ്താ ബിർറജുലി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഒരു വിഭാഗം ജനങ്ങളെ കൊണ്ടുവരപ്പെടും. യുഅ്താ ബിർറജുലി, ഒരു പുരുഷനെ കൊണ്ടുവരപ്പെടുന്ന. അതിന്റെ അർത്ഥം ഒരു പുരുഷൻ മാത്രമൊന്നും ആവില്ല ഇത് ചെയ്യുന്നത്, കുറെ ആൾക്കാരുണ്ടാവും. പുരുഷനെ കൊണ്ട് പ്രത്യേകതയല്ല, പുരുഷന് മാത്രമല്ല സ്ത്രീക്കും ബാധകം തന്നെ. താഴെല്ലാം താഴെ പറയുന്ന തെറ്റിന് അർഹതയുണ്ടോ ആ തെറ്റിന് അർഹപ്പെട്ട ആളുകൾക്കൊക്കെ ഈ ശിക്ഷ ബാധകമാണ്. യുഅ്താ ബിർറജുലി, ഒരാളെ കൊണ്ടുവരും. നോക്കുക, ഒരാളെ എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളെ നടത്തും. യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ ഒരാളെ കൊണ്ടുവരപ്പെടും. എന്നിട്ടോ ഫയുൽഖാ ഫിന്നാർ, അവനെ നരകത്തിലിടപ്പെടും. ഫതൻദലിഖു അഖ്താബു ബത്നിഹി, അപ്പോൾ അവന്റെ വയറിലുള്ള അഖ്താബ് ഇങ്ങനെ
എന്താകും? പുറത്തേക്ക് വരും. അക്താബ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ആമാശയം. ഫയദൂറു ബിഹാ കമാ യദൂറുൽ ഹിമാറു ഫിർറഹാ. അങ്ങനെ അതിന്റെ ചുറ്റും അവനിങ്ങനെ വലയം വെക്കും. കമാ യദൂറുൽ ഹിമാറു ഫിർറഹാ. റഹയില് ഹിമാർ വലയം വെക്കുന്നത് പോലെ. റഹ എന്ന് പറഞ്ഞാല് മാവുകള് പൊടിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് മാവ് കുഴക്കാൻ വേണ്ടിയിട്ട് പിന്നെ വലിയ ആസുകല്ലില്, ആസുകല്ലില് അതിന്റെ സാധനങ്ങളൊക്കെ ഇട്ടിട്ട്, ആസുകല്ല് എന്ന് പറഞ്ഞാല് പൊടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വലിയ കല്ലാണ്. പൊടിക്കാനും മാവാക്കാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന കല്ല്. ആ കല്ലിന്റെ ചുറ്റുഭാഗത്തും ഒരു കഴുതനെ ബന്ധിപ്പിച്ച് അതിന്റെ കുറ്റിയും സാധനങ്ങളൊക്കെ ആസുകല്ലിലേക്ക് ഘടിപ്പിച്ചിട്ട് ആ ഹിമാറിനെ കൊണ്ട് ആസുകല്ലിങ്ങനെ ആട്ടിക്കുമ്പോ എന്തുണ്ടാകുക? ആ ഹിമാർ ഇങ്ങനെ അതിന്റെ ചുറ്റുഭാഗത്തും ഇങ്ങനെ വലയം വെക്കുമല്ലോ, ഓടിയിട്ട് ഇങ്ങനെ വലയം വെക്കുമല്ലോ. അതുപോലെ സ്വന്തം വയറിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുള്ള ആ ആമാശയം പുറത്തേക്ക് വീണ് കിടന്ന് ആ മാശയത്തിന്റെ ചുറ്റും അസഹ്യമായ സഹിക്കാനാവാത്ത വേദന കാരണം കൊണ്ടും നരകത്തിലെ വിഷമങ്ങൾ കാരണമായും അതെടുത്ത് ഓടാനും അവർക്ക് പറ്റണില്ല, ഒരിക്കൽ നിൽക്കാനും പറ്റണില്ല. പിന്നെ അവനക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ? അവൻ അതിന്റെ ചുറ്റും വലയം വെക്കും, ഓടി നടക്കും. അവന്റെ പുറത്തേക്ക് വയറിൽ നിന്നും പുറത്ത് വീണ ആമാശയം കൊണ്ട് അവനക്ക് ഓടാൻ കഴിയില്ല. കാരണം എന്തുകൊണ്ട്? നല്ല വെയിറ്റ് ഉണ്ടാവും. ആമാശയമായിട്ടൊരു ഭാഗത്ത് ഇരിക്കാൻ പറ്റുമോ? അതുമില്ല. അസഹ്യമായ വേദനയാണ്. അപ്പോ അവൻ അസഹ്യമായ വേദന കൊണ്ട് അവൻ അതിന്റെ ചുറ്റും വലയം വെക്കുന്നതാണ്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ്. ഷൈഖ് ബറക്കല്ലാഹു ഫീക്. فتندلق أقتاب بطنه فيدور بها كما يدور الحمار في الرحى فيجتمع إليه أهل النار. അപ്പോൾ നരകവാസികൾ അവന്റെ ചുറ്റുഭാഗത്തും കൂടും. فيجتمع إليه أهل النار. നരകവാസികൾ അവന്റെ ചുറ്റവനിലേക്ക് ഒരുമിച്ച് കൂടും. فيقولون അവർ ചോദിക്കും, യാ ഫുലാനു മാലക്. യഖൂലൂന അവർ ചോദിക്കുന്നവരുടെ അർത്ഥം എല്ലായിടത്തും പറയാമല്ല. കാലമെന്നാ പറഞ്ഞു നടത്തുന്നുണ്ട്, ചില സ്ഥലത്ത് ചോദിച്ചുകൊണ്ടാവും. അതിൽ പെട്ടാണ് സയഖൂലൂന അവർ ചോദിക്കും. സന്ദർഭം കൊണ്ടാണ് മനസ്സിലാവല്. യാ ഫുലാനു മാലക്, നിനക്കെന്താണ് സംഭവിച്ചത് മനുഷ്യ? അലം തുക്ക് തഅ്മുറു ബിൽ മഅറൂഫ്, നീ നല്ല കാര്യങ്ങൾ കൽപ്പിച്ചിരുന്ന ആളായിരുന്നല്ലോ. വതൻഹാ അനിൽ മുൻകർ, വേണ്ടാത്ത കാര്യങ്ങളെല്ലാം നീ വിരോധിക്കുകയും ചെയ്തിരുന്നു. നീ ജനങ്ങളിൽ നിന്ന് ആ കാര്യങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞ് ജനങ്ങൾ വിലക്കുകയും ചെയ്തിരുന്ന ആളായിരുന്നല്ലോ. എന്ത് പറ്റി നിനക്ക്? നീ ഇത്ര വലിയ ശിക്ഷ അനുഭവിക്കാൻ? ഇവരൊക്കെ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ അവരുടെ ശിക്ഷയേക്കാൾ കഠിനമായ ശിക്ഷയുള്ളതായിട്ടാണ് ഇവനക്ക്. അതുകൊണ്ട് നിന്റെ അടുത്ത് ആൾക്കാർ ഒരുമിച്ച് കൂടുന്നു. ഫയഖൂലു, അവൻ പറയും, ബലാ, ശരിയാണ്, കുന്തു ആമുറു ബിൽ മഅറൂഫ്, നല്ലത് കൊണ്ട് ഞാൻ കൽപ്പിക്കുന്ന ആളായിരുന്നു. പക്ഷേ വലാ ആതി, ഏതവസ്ഥയിൽ ആ നല്ല കാര്യം ഞാൻ കൊണ്ടുവന്നിരുന്നില്ല. വഅൻഹാ അനിൽ മുൻകർ, വേണ്ടാത്ത കാര്യങ്ങൾ ഞാൻ തടയാറുണ്ടായിരുന്നു. വആതി, ആ വേണ്ടാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്യുകയും ചെയ്യാറുണ്ടായിരുന്നു. അതാണ് ഇത്രയും ഗൗരവമായ ശിക്ഷ കിട്ടാൻ കാരണം. മുത്തഫഖുൻ അലൈഹി, ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത സഹിഹായ ഹദീസാണ്. ഹദീസിന്റെ ബലഹീനത ഒന്നുമില്ല, ഹദീസിന്റെ റിപ്പോർട്ടർമാർക്കും ക്ഷീണമൊന്നുമില്ല, നല്ല സഹിഹായ ഹദീസാണ്. അപ്പൊ അതുകൊണ്ട് അതിഗൗരവമായ ശിക്ഷക്ക് പാത്രമാവുന്ന വിഷയമാണ് നന്മ കൊണ്ട് കൽപ്പിച്ചുകൊണ്ട് നന്മ ചെയ്യാതിരിക്കുക, സ്വന്തം പ്രവൃത്തി പദത്തിൽ ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ നന്മ കൊണ്ട് പ്രവർത്തിച്ച് സ്വന്തം പ്രവർത്തനത്തെ ചെയ്യാതിരിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഇത്ര വലിയ ശിക്ഷ കിട്ടുന്നത് എപ്പോഴാണ്? അത് ഫർളായ അമലുകളാവുമ്പോഴാണ്. സുന്നത്തായ അമലുകളാവുമ്പോൾ ആ അമല് കൽപ്പിച്ചിട്ട് അത് ചെയ്തതിന്റെ പ്രതിഫലം എനിക്ക് കിട്ടും. അതേപോലെ ഈമാൻ നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് ഈ നിലക്കുള്ള ശിക്ഷയ്ക്ക് അർഹനാകുക. മറ്റുള്ള ആൾക്കാരോടൊക്കെ വിശ്വസിച്ചോളിന്ന് പറയാ, ഇവൻ വിശ്വസിക്കാതിരിക്കുക. ഈ നിലക്ക് ഈമാൻ തന്നെ ഇവനക്ക് ഇല്ലാത്ത രീതിയിലുള്ള അവസ്ഥ. ജനങ്ങളോട് പറയാം വിശ്വസിച്ചോളി എന്ന് പറയാം, നല്ല മതമാണെന്നൊക്കെ പറയാം. നിങ്ങൾ ബഹുദൈവങ്ങളെ ആരാധിക്കരുത്, അതിലൊന്നും ബുദ്ധിയുള്ള ആളുകൾ അങ്ങനെ ചെയ്യൂലെന്നൊക്കെ പറയാം. പക്ഷെ ഇവനൊക്കെ എന്താക്കും? ഇവനൊക്കെ ചെയ്യുകയും ചെയ്യും. ഇവനൊക്കെ എന്തെങ്കിലും വിഷമം ഉണ്ടാകുമ്പോ അപ്പൊ പ്രതിമകളുടെ അടുത്തേക്കാണ് പോവുക.
അപ്പോ ഈ പ്രതിമകൾ എന്താക്കും? ആരാധിക്കും. ഇങ്ങനെ അവന്റെ കാര്യത്തിൽ അവൻ ശ്രദ്ധിക്കാതെ മറ്റുള്ള ആളോട് പറയാൻ വേണ്ടിയിട്ട് നടക്കും. വിശ്വാസം അവനിക്കില്ല. പേര് നന്നായിട്ട് മാത്രം കാര്യമില്ല കേട്ടോ, അതും ശ്രദ്ധിക്കണം നമ്മള്. പേര് മാത്രം നന്നായി, പേര് മുസ്ലിമിന്റെ പേരാണ്, അതോടുകൂടെ ചെയ്യുന്നതൊക്കെ സിഹർ ചെയ്യും, അതേപോലെ തന്നെ മരണങ്ങൾ ചെയ്യും. പല ഭാഗത്തും മുസ്ലിമുകളുടെ ഇടയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അതിഭീകരമായ തെറ്റുകളിൽപ്പെട്ടതാണ് ഈ സിഹർ എന്ന് പറയുന്നത്. അനങ്ങിയ സിഹർ ചെയ്യുക, നിനക്ക് ഞാൻ സിഹർ ചെയ്യുന്ന പരസ്യമായിട്ട് പറയുന്ന ആളുകളടക്കം മുസ്ലിമീങ്ങളുടെ വിഭാഗത്തിലുണ്ട് എന്ന് കേൾക്കാൻ സാധിക്കുമ്പോൾ വളരെയധികം നമ്മളെ അത് വേദനിപ്പിക്കുന്ന വിഷയമാണ്. അപ്പൊ നിനക്ക് ഞാൻ സിഹർ ചെയ്യുന്ന ദേഷ്യം പിടിച്ച് തെറ്റിയാ പറയുക, അതേപോലെ സിഹർ ചെയ്യുക. ഇനി ചെയ്തില്ലെങ്കിൽ തന്നെ ചെയ്യുമെന്ന് പറയുന്നതിന് വലിയ തെറ്റാ. അപ്പൊ ഇത്തരം മഹാ തെറ്റുകളൊക്കെ ഒരു പക്ഷെ ഈമാനിൽ നിന്ന് മനുഷ്യനെ പുറത്താക്കും. അവന്റെ പേര് മാറ്റിയിട്ടൊന്നും ഉണ്ടാവില്ല. രജിസ്ട്രേഷനിലൊക്കെ പേര് പഴയ പേരെന്നെ ആവും, നല്ല പേരുണ്ടാവും മുസ്ലിമിന്റെ. പക്ഷെ ഇത്തരം തെറ്റായ കാര്യങ്ങൾ ചെയ്യാതെ മാത്രമല്ല അതിൽ അവൻ വിശ്വസിക്കുക കൂടി ചെയ്ത് ചിലപ്പോ ഈമാൻ തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഖിയാമത്ത് നാളെടുത്താൽ രാവിലെ മുസ്ലിം ആയിരുന്ന ആള് വൈകുന്നേരം ആകുമ്പോഴേക്കും അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ടാകും. യുസ്ബിഹു റജുലു മുഅ്മിനൻ വയുംസി കാഫിറാ വയുംസി റജുലു മുഅ്മിനൻ വയുസ്ബിഹു കാഫിറാ. വൈകുന്നേരം മുസ്ലിം ആണെങ്കിൽ ഒരു പക്ഷേ രാവിലെ ആകുമ്പോഴേക്കും അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ടാകും, കാഫിറായിട്ടുണ്ടാകും. അതിന്റെ അർത്ഥം രജിസ്ട്രേഷൻ ഇതിൽ പോയിട്ട് പിന്നെ അവന്റെ പേര് മാറ്റിയിട്ട് മുസ്ലിമിന്റെ അല്ലാത്തൊരു പേര് തോന്നിപ്പിക്കുന്ന പേര് ഇടുന്നൊന്നും അതിന് അർത്ഥമില്ലല്ലോ. പേരൊക്കെ ഇത് തന്നെയാണ്, പഴയ പേര് തന്നെയാണ്. പക്ഷേ അവന്റെ തെറ്റുകൾ കാരണമായി അവൻ ഈമാനിൽ നകന്നു പോയിട്ടുണ്ടാകും. അങ്ങനെയുള്ള ആളുകൾക്കാണ് ഇത്തരം ശിക്ഷകൾ ഉണ്ടാവുക എന്നല്ലാതെ സാധാരണഗതിയിൽ പിന്നെ ഏതല്ല സുന്നത്തായ കാര്യങ്ങളും മറ്റും പറഞ്ഞിട്ട് ഒരു പക്ഷെ അവന്റെ ജീവിതത്തിൽ അത് ചെയ്യാൻ പറ്റാത്ത ആളാണെങ്കിലും ആ ചെയ്ത ആളുടെ പ്രതിഫലം പോലത്തെ പ്രതിഫലം ആർക്ക് കിട്ടും? ചെയ്ത ആൾക്ക് കിട്ടും. സദക്ക ചെയ്യാൻ കഴിവില്ലാത്ത ആളാണ്, അപ്പോൾ മറ്റുള്ള കഴിവുള്ള ആളുടെ സദക്ക ചെയ്യാൻ വേണ്ടി പറഞ്ഞു, അയാൾ സദക്ക ചെയ്തു. ആ സദക്ക ചെയ്ത് എന്ത് നിസ്സാര സ്വഭാവം ആർക്ക് കിട്ടും? സദക്ക ചെയ്യാൻ വേണ്ടി പറഞ്ഞ ആൾക്ക് കിട്ടും. മനസ്സിലായില്ലേ? അപ്പൊ ഇവന്റെ ജീവിതത്തിൽ ചെയ്യാത്ത കാര്യങ്ങളാണെങ്കിൽ പോലും ചില കാര്യങ്ങൾ സുന്നത്തായ കാര്യങ്ങളൊക്കെ മറ്റുള്ള ആൾക്കാരോട് ചെയ്യാൻ പറഞ്ഞാൽ അതിന്റെ പ്രതിഫലം അവർക്ക് കിട്ടുന്നത് പോലെ തന്നെ അവർക്ക് കിട്ടുന്നതിൽ ഒന്നും കുറയാതെ പറഞ്ഞു കൊടുത്ത ആൾക്ക് കിട്ടും. ഇത് അതിഗൗരവമായ ശിക്ഷ ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോഴാണ് ഈ നിലക്ക് നേരത്തെ പറഞ്ഞ വിശദീകരണം അനുസരിച്ചാണ്. പിന്നെ അതിന് വേറെ ഹദീസ് ഉണ്ടല്ലോ, അത് നമ്മൾ കഴിഞ്ഞ പാഠത്തിന് മതിയല്ലോ അല്ലേ? അത് നമ്മൾ കഴിഞ്ഞ പാഠത്തിന് ഹദീസ് മതിയില്ല. അത് വിഷയമായിട്ട് ഒരാള് മന്ദല്ല അലാ ഖൈറിൻ ഫലഹു അജ്റു ആമിലിഹി. മന്ദല്ല അലാ ഖൈറിൻ, ഒരു ഖൈറിന്റെ മേൽ ആരെങ്കിലും അറിയിച്ചു കൊടുത്താൽ ഫലഹു അവനക്കുണ്ട് അജ്റു ആമിലിഹി, അത് ചെയ്തവന്റെ പ്രതിഫലം പോലത്തുണ്ട്. ലാ യൻഖുസു മിൻ അജ്രിഹി ശൈആ, അവന്റെ പിന്നെ കൂലിയിൽ നിന്ന് അതൊന്നും കുറക്കുകയുമില്ല എന്ന് പറഞ്ഞല്ലോ. അതേപോലെ പിന്നെ ധാരാളം ഹദീസുകളുടെ വിഷയമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ പാഠങ്ങളിലേക്ക് ഒന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അപ്പോ കാര്യം മനസ്സിലാവാനൊന്നും മതിയല്ലോ, മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഖൗലുഹു തൻദലിഖു എന്നൊരു പദമുണ്ട് ഈ ഹദീസിൽ. എന്താണ് അതിന്റെ മീനിങ്? അർത്ഥം ഹുവ ബിദ്ദാലിൽ മുഹമ്മലത്തി തൻദ എന്ന് വായിക്കണം. മാനാഹു തഖ്റുജു, പുറപ്പെടും, പുറത്തേക്ക് വരുമെന്നാണ്. അഖ്താബ് എന്ന് പറഞ്ഞാൽ അൽ അംആൽ എന്നാണ് അർത്ഥം. വാഹിദുവ ഖത്ബ്, ഖത്ബ് എന്നാണ് അതിന്റെ ഏകവചനം, മുഫ്രദ്. ബഹുവചനമാണ് അഖ്താബ് എന്ന് പറഞ്ഞത്. പിന്നെ വൽ അഖ്താബു അൽ അംആൽ വാഹിദുഹ ഖത്ബുൻ, അതിന്റെ ഏകവചനം ഏതാണ്? ഖത്ബ് എന്നാണ്. അതിന്റെ ബഹുവചനമാണ് അഖ്താബ്. പിന്നെ വഅദ് പറയുന്ന ആള്, ആ വഅദ് കൊണ്ട് ഉപദേശം സിദ്ധിച്ച ആളാവൽ നിർബന്ധമുണ്ടോ ഇല്ലേ? അതൊരു വിഷയമാണ്. വഅദ് പറയുന്ന ആള്, ഒരു ഉപദേശിക്കുന്ന ആള്, ആ ഉപദേശം കൊണ്ട് ഉപദേശം ഉൾക്കൊണ്ട ആളാവണമെന്നുണ്ടോ ഇല്ലേ? ഉണ്ട് എന്ന് കുറെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ഇല്ല എന്നും കുറെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ ചുരുക്കം ഏതാണ്? അവസരം കിട്ടിയാൽ ഞാനത് ചെയ്യും, എനിക്ക് അവസരം കിട്ടിയാൽ. അതിനെ നിഷേധിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അതിനെ തരം താഴ്ത്തിക്കൊണ്ടോ ഒക്കെ ചെയ്യാതെ ചെയ്യുന്ന അവസ്ഥ ഇല്ലാതിരിക്കുക. അതാണ് ഇത് വേണ്ടത്.
അതിന് മുഅ്തമദായ അഭിപ്രായം എന്താണ്? സാധാരണ നേരത്തെ പറഞ്ഞതുപോലെ വാഹിദ് മുത്തഹിമാവണമെന്നുള്ള വ്യത്യസ്ത ഘട്ടങ്ങളിൽ വ്യത്യസ്ത രീതിയിൽ വരും. തീരെ ഈമാൻ തന്നെ ഇല്ലാത്ത ആളുകൾ മറ്റുള്ള ആളോട് വിശ്വസിക്കണം എന്ന് പറയുമ്പോൾ അതൊരു വാഹം തന്നെയാണ്. വിശ്വസിക്കണം എന്ന് പറയുമ്പോ അവിടെ വാഹിദ് മുത്തഹിമാവൽ നിർബന്ധമാണ്. അയാളെന്നെ ഒന്നാമതായിട്ട് വിശ്വാസം ഉണ്ടായിരിക്കണം, ഇല്ലാതെ പറയാൻ പറ്റൂല. അപ്പൊ വാഹിദ് മുത്തഹിമാവൽ നിർബന്ധമുള്ള സ്ഥലങ്ങളുണ്ട്, നിർബന്ധമില്ലാത്ത സ്ഥലങ്ങളുമുണ്ട് കേട്ടോ. അപ്പൊ നേരത്തെ പറഞ്ഞത് ഇതാണ്, മൻ ദല്ല അലാ ഖൈറിൻ ഫലഹു അജ്റു ആമിലിഹി. ഒരു ഖൈറിന്റെ മേലൊരാൾ അറിയിച്ചു കൊടുത്താൽ അവനക്കത് അറിയിച്ചു കൊടുക്കപ്പെട്ട കാര്യം അനുസരിച്ച് ചെയ്ത ആളുടെ പ്രതിഫലം ഉണ്ടാവുമെന്ന് പറഞ്ഞല്ലോ. ആ പറഞ്ഞ അനുസരിച്ച് അവൻ അമൽ ചെയ്തിട്ട് ഉണ്ടെങ്കിൽ, കേട്ടാൾ അമൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രതിഫലം ആർക്കുണ്ടാകും? ഇവനക്ക് ഈമാൻ ഉണ്ടെങ്കിൽ. ഈമാൻ ഷർത്താണ്, വാഹിദിന് ഈമാൻ ഷർത്താണ്. ആ കാമിലായ ഈമാൻ ഉണ്ടെങ്കിൽ എന്ത് കിട്ടും? അതനുസരിച്ച് അമൽ ചെയ്ത ആളുടെ പ്രതിഫലം അവനക്ക് കിട്ടും എന്നതാണ് അതിനുള്ള ശരിയായ അഭിപ്രായം. പിന്നെ ഇനി വേറെ അധ്യായം മാറി. ബാബുൽ അംരി ബിൽ അദാഇൽ അമാന. നെക്സ്റ്റ് അധ്യായം ബാബുൽ അംരി ബി അദാഇൽ അമാന. അമാനത്തിനെ നിർവഹിക്കണം, വിശ്വസിപ്പിക്കപ്പെട്ട കാര്യം അത് നിർവഹിക്കേണ്ടതുണ്ട് എന്നതിനെ പഠിപ്പിക്കുന്ന അധ്യായമാണ്. ഒരു കാര്യം ആരെങ്കിലും വിശ്വസിച്ച് ഏൽപ്പിച്ചാൽ അത് ഏൽപ്പിക്കപ്പെട്ട പോലെ തന്നെ എന്താക്കണം, കാര്യം ചെയ്യണം എന്ന് പഠിപ്പിക്കുന്ന അധ്യായമാണ്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാത്തി ഇലാ അഹ്ലിഹാ. സൂറത്തുൻ നിസാ 58-ാമത്തെ ആയത്താണ്. നിശ്ചയം അല്ലാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു, അൻ തുഅദ്ദുൽ അമാനാത്ത്, വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ വീട്ടണമെന്ന്, ഇലാ അഹ്ലിഹാ, അതിന്റെ അർഹതപ്പെട്ട ആളിലേക്ക്. ഒരു കാര്യം നിങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്താൽ അപ്പോഴത് അമാനത്താവാം. ഒരാളിനെ ഏൽപ്പിച്ചു, എനിക്ക് ഏൽക്കാൻ കഴിയില്ല എന്ന് നമ്മൾ പറഞ്ഞു, അതിനോട് കൂടെ ആളെ ഏൽപ്പിച്ച് പോയാൽ അത് അമാനത്താവൂല. അതിന് പിന്നെ ഉത്തരവാദി അയാൾ തന്നെയാണ്. ഒരാളൊരു കാര്യം ഏൽപ്പിക്കുകയും ആ ഏൽപ്പിക്കപ്പെട്ട കാര്യം മറ്റാൾ ഏറ്റെടുക്കുകയും ചെയ്തു. അങ്ങനെ ഏറ്റെടുക്കുകയും ചെയ്താൽ പിന്നെ എന്ത് വേണം? ഏത് വിഷയത്തിന് വേണ്ടിയാണോ അവൻ ഏറ്റെടുത്ത് വെച്ചാൽ ആ ഏറ്റെടുത്ത രീതിയിൽ അത് നടപ്പിലാക്കണം. അതാണ് യഅ്മുറുക്കും, നിങ്ങളോട് അല്ലാഹു കൽപ്പിക്കുന്നുണ്ട്, അൻ തുഅദ്ദുൽ അമാനാത്തി, വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ വീട്ടണമെന്ന്, ഇലാ അഹ്ലിഹാ, അതിന്റെ അർഹതപ്പെട്ട ആളിലേക്ക്. പിന്നെ ഏതാണ് അവനെന്ത് ബൗൺസ് ചെയ്താല് ഇത് കൊടുക്കുകയും ചെയ്യും, ഡോട്ട് കൊടുക്കുകയും ചെയ്യും അവനക്ക്. അഡ്മിൻ ആരുമില്ലേ? പിന്നെ ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാത്തി ഇലാ അഹ്ലിഹാ. അല്ലാഹു തആല നിങ്ങളോട് കൽപ്പിക്കുന്നു, അൻ തുഅദ്ദുൽ അമാനാത്തി, വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ അത് നിങ്ങൾ നിർവഹിക്കണമെന്ന്, ഇലാ അഹ്ലിഹാ, അതിന്റെ അഹ്ലുകാരിലേക്ക് വീട്ടിക്കൊണ്ട് നിർവഹിക്കണമെന്ന്. ഖാല തആല, അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഇന്നാ അർദനൽ അമാനത അലസ് സമാവാതി വൽ അർദി വൽ ജിബാലി ഫഅബൈന അൻ യഹ്മിൽനഹാ വഅശ്ഫഖന മിൻഹാ വഹമലഹൽ ഇൻസാനു ഇന്നഹു കാന ളൂമൻ ജഹൂലാ. إنا عرضنا الأمانة على السماوات والأرض والجبال. إنا عرضنا الأمانة, നിശ്ചയം അമാനത്തിൽ നാം കാണിച്ചു, അല സമാവാതി, ആകാശങ്ങളുടെ മേൽ, വൽ അർളി, ഭൂമിക്ക് മേലും, വൽ ജിബാലി, പർവ്വതങ്ങൾക്ക് മേലും നാം കാണിച്ചു. അത് നിങ്ങൾക്ക് സ്വീകരിക്കാൻ സാധിക്കുമോ എന്ന് ആകാശങ്ങളോടും ഭൂമിയോടും പർവ്വതത്തിനോടും അല്ലാഹു തആല ചോദിക്കുകയാണ്. അമാനത്ത് എന്ന് പറയുന്ന കാര്യം ഏറ്റെടുക്കാൻ സാധിക്കുമോ? ഏറ്റെടുത്താൽ എന്താക്കണം? അത് ഉള്ളതുപോലെ തന്നെ നിർവഹിക്കണം. ആ രീതിയിൽ ആകാശങ്ങളോടും ഭൂമിയോടും പർവ്വതത്തിനോടും അല്ലാഹു തആല ചോദിച്ചു.
പർവ്വതങ്ങളും ഭൂമികളും ആകാശമൊക്കെ എന്താ ചെയ്തത്? ഫഅബൈന, അവർ വിസമ്മതിച്ചു, അവർ സമ്മതിച്ചില്ല. അൻ യഹ്മിൽനഹാ, ആ അമാനത്തിനെ വഹിക്കലിനെ അവർ വിസമ്മതിച്ചു, അവർ സമ്മതിച്ചില്ല എന്നർത്ഥം. അഷ്ഫഖന മിൻഹ, അതിൽ നിന്ന് അവർ ഭയപ്പാടുള്ളവരാവുകയും ചെയ്തു, ഭയപ്പെടുകയും ചെയ്തു. അതിനെ തൊട്ട് അത് എങ്ങനെ നിർവഹിക്കും എന്നതിന്റെ പേരിൽ അവർ പിന്നെ ഭയപ്പെടുകയും ചെയ്തു. അത് ഏറ്റെടുത്താൽ ഉണ്ടാവുന്ന ഭവിഷ്യത്തിനെ ആലോചിച്ചുകൊണ്ട്. അത് ഏറ്റെടുത്താൽ അതിൽ വീഴ്ച വരുത്തി കഴിഞ്ഞാൽ വലിയ ഭവിഷ്യത്താണല്ലോ. അത് കാരണം കൊണ്ട് എന്ത് ചെയ്തു? അവർ എന്ത് ടെസ്റ്റ് ആണെങ്കിലും ഇപ്പൊ ഇവിടെ വേണ്ട കേട്ടോ. പിന്നെ അപ്പൊ ഏതായാലും ബുസടിക്കുന്നത് അടിച്ചോളെ കേട്ടോ. നിങ്ങളുടെ സന്തോഷല്ലേ ബുസടിക്കല് സന്തോഷം. ചില ആൾക്കാർ ബുസടിക്കുന്നുണ്ട് കുറെ ശക്തമായിട്ട്. അവർക്ക് അതിന്റെ ഒരു സുഖം കിട്ടുന്നുണ്ടാവും. അവരുടെ അസുഖം അവർ അനുഭവിക്കട്ടെ കേട്ടോ, അതിന് കുഴപ്പമില്ല. പിന്നെ ഏതായിരുന്നാലും നിങ്ങൾ ചെയ്ത പറയാൻ ഞങ്ങളില്ല. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ നാക്കുകൊണ്ട് ഞങ്ങൾക്ക് വേറെ പണികളുണ്ട്. ഏതായിരുന്നാലും അർളനൽ അമാനത അലസ്സമാവാതി വൽ അർളി വൽ ജിബാലി ഫഅബൈന അൻ യഹ്മിൽനഹാ, ആ ആകാശങ്ങളും ഭൂമിയും പർവ്വതങ്ങളും അമാനത്തിനെ ഏറ്റെടുക്കുന്നതിൽ നിന്നും അവർ വിസമ്മതം പ്രകടിപ്പിച്ചു. അത് ഏറ്റെടുക്കുന്നതിൽ നിന്നും അവർ ഭയപ്പെട്ടവരായി ഏറ്റെടുക്കുന്നതിനെ തൊട്ട് വഹമലഹൽ ഇൻസാൻ, മനുഷ്യൻ അതിനെ ഏറ്റെടുക്കുകയാണ് ചെയ്തത്. വഹമലഹ, മനുഷ്യൻ അതിനെ ഏറ്റെടുത്തു. വൽ ഇൻസാനോ, മനുഷ്യനെ അതിനെ ഏറ്റെടുത്തു. അമാനത്തിനെ ഏറ്റെടുത്തു. നമ്മളിൽപ്പെട്ട പല ആളുകളും പല വിഷയങ്ങൾക്കും മുൻപന്തിയിൽ വരുമല്ലോ. ഞാൻ സെക്രട്ടറി ആവാം, ഞാൻ പ്രസിഡന്റ് ആവാം, ഞാൻ ഖജാൻജി ആവാന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ. അപ്പൊ ജനങ്ങളെ നന്മയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടുള്ള പിന്നെ കാര്യങ്ങളാണ്. പ്രസിഡന്റ് ആണോ സെക്രട്ടറി ആണോ ഓക്കെ, അതൊക്കെ നമ്മളെ ഏറ്റെടുക്കുകയാണ്. നമ്മളെ ഏൽപ്പിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ഏറ്റെടുക്കുന്നു. ഏറ്റെടുത്തിട്ടോ അതിന്റെ കാര്യങ്ങൾ വേണ്ട പോലെ നിർവഹിക്കുന്നില്ല. നിർവഹിക്കാതിരിക്കുമ്പോഴാണ് അവൻ എന്താവുന്നത്? വലിയ അക്രമിയാവുന്നത്. ഇൻസാൻ, മനുഷ്യൻ അതിനെ ഏറ്റെടുത്തു. ഇന്നഹു, നിശ്ചയം, കാന, മനുഷ്യനായിട്ടുണ്ട്, മുലൂമൻ, അവന്റെ ശരീരത്തിനെ വല്ലാതെ ആക്രമിച്ചവനായി. ജഹൂലൻ, അവൻ വല്ലാത്ത വിവരക്കേട് പ്രവർത്തിച്ചവനായി. എപ്പോഴ്? ഈ അമാനത്തിനെ ഏറ്റെടുത്ത് അതിനെ വേണ്ടതുപോലെ നിർവഹിക്കാതിരിക്കുന്നതിനാൽ അവൻ വലിയ പിന്നെ ജാഹിലുമായി മാറി. ജാഹിൽ എന്നുള്ളത് വിവരമില്ലാത്ത ആള്, ജഹൂൽ എന്നുള്ളത് വല്ലാത്ത വിവരമില്ലാത്ത ആള് എന്ന് ഫഅൂൽ വചന. ഫഅൂലിന്റെ തൂക്കത്തിൽ വരുന്ന വാക്കാണിത് എന്ന് പറഞ്ഞാൽ ഇനി മുബാറഹത്തിന് അർത്ഥം ഉണ്ടാവും. വല്ലാത്ത ജഹാലത്ത് ചെയ്തവനായി. ഇത് ഏറ്റെടുത്തത് കൊണ്ടല്ല, അത് ഏറ്റെടുത്തിട്ട് വീഴ്ച വരുത്തുന്നത് കൊണ്ടതിനാണ്. ഇത് പിന്നെ അമാനത്തെ ഏറ്റെടുത്തവരൊക്കെ മുലമും ജഹൂലുമാണെങ്കിൽ അതിലെല്ലാം സാലിഹ്യങ്ങൾ ഉൾപ്പെടൂലേ. അവരൊന്നും മുലമും ജഹൂലും ആയിട്ടില്ലല്ലോ. അപ്പൊ ആരാണ് മുലമും ജഹൂലും? വിവരമില്ലാത്തവനും അതുപോലെ തന്നെ വലിയ അക്രമിയും ആയതാരാണ്? ആ അമാനത്തെ ഏറ്റെടുക്കുകയും ഏറ്റെടുത്തത് മുറക്ക് പോലെ നിർവഹിക്കുകയും ചെയ്യാത്ത ആള് ആരായിട്ടുണ്ട്? വലിയ മുലമും ജഹൂലുമായിട്ടുണ്ട്. അള്ളാഹുവിൽ വിശ്വസിക്കണമെന്നതും അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലൊക്കെ പറഞ്ഞനുസരിച്ച് നടക്കണമെന്നൊക്കെ അവന് സമ്മതിച്ച് ഏറ്റെടുത്തു. നാളെ റബ്ബിന്റെ മുമ്പിൽ ഇനി അത് വിചാരണക്ക് നോക്കുമ്പോ ഒക്കെ തെറ്റ് ആൾക്ക് ഉണ്ടാവും, വീഴ്ച അവന് വലിയ മനോമും ജഹൂലും ഒന്ന് മനസ്സിലാവും. ഒന്നാമത്തെ ഹശറിന്റെ സമയത്ത് അള്ളാഹുത്തല മനുഷ്യന്മാരുടെ എല്ലാ മനുഷ്യരെയും അള്ളാഹുത്തല എന്ത് ചെയ്തു? ആദം നബി അലൈഹി ഇസ്ലാമിന്റെ മുതുകിൽ നിന്നും മുഴുവൻ മനുഷ്യരുടെയും ദുർരിയത്തിനെ, ആദം നബി ഇസ്ലാമിന്റെ ദുർരിയത്തിനെ, സന്താനങ്ങളെ മുഴുവനും അള്ളാഹു ഒരുമിച്ച് കൂട്ടിന. ആദം നബി അലൈഹി ഇസ്ലാമിന്റെ സന്താനങ്ങളെ മുഴുവനും അള്ളാഹു ഒരുമിച്ച് കൂട്ടിയിട്ട് അള്ളാഹു തആല എന്ത് ചെയ്തു? അവർക്ക് അമാനത്ത് പിന്നെ ഏറ്റെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അവർ ഏറ്റെടുക്കുകയും ചെയ്തു. അലസ്തു ബിറബ്ബിക്കും ചോദിച്ചല്ലോ. ഞാനല്ലേ നിങ്ങൾ റബ്ബും ചോദിച്ചു. അങ്ങനെ ആദ്യം പലരും പിന്നെ അല്ലാന്നൊക്കെ പറഞ്ഞെങ്കിലും അവസാനം എല്ലാവരും എന്ത് പറഞ്ഞു? നീ തന്നെയാണ് റബ്ബ് എന്ന് അന്ന് പറഞ്ഞിട്ടുണ്ട്. നീ തന്നെയാണ് റബ്ബ്, ഞങ്ങളൊക്കെ നിന്റെ അടിമകളാണെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്.
എന്നിട്ട് ആ പറഞ്ഞതിന് എതിരാണ് ഇപ്പൊ പലരോടും ചെയ്യണത്. ആ എതിര് ചെയ്യുന്നത് കൊണ്ടാണ് അവൻ വലൂമുൻ ജഹൂലുമാണ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? എന്താണ് വാഗ്ദത്തം പാലിക്കാത്തവർ? അതെ, വാഗ്ദത്തം. അതിന് വാഗ്ദത്തം പാലിക്കാത്തവരാവും റബ്ബിന്റെ ഇടക്കല് അവൻ പറഞ്ഞ അവൻ ഏറ്റെടുത്ത വാക്കിന് പാലിക്കാത്ത ആളാവും അർത്ഥം. ഏതായിരുന്നാലും ഇത് വിഷയകമായി ഹദീസിൽ എന്ത് പറയുന്നു എന്ന് നോക്കാം. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ആയത്തുൽ മുനാഫിഖി സലാസുൻ ഇദാ ഹദ്ദസ كذب وإذا وعد أخلف وإذا اؤتمن خان متفق عليه. إذا حدث كذب. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു തആല പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയത്തുൽ മുനാഫിഖി സലാസുൻ, മുനാഫിഖിന്റെ അടയാളം 3 ആണ്. ഇദാ ഹദ്ദസ, അവൻ സംസാരിച്ചാൽ, കദബ, അവൻ കളവ് പറഞ്ഞവനായിട്ടുണ്ട്. സംസാരിച്ചാൽ പിന്നെ അവനക്ക് എന്താണ്? സംസാരിക്കാൻ വേണ്ടി വായ തുറന്ന പറയണ്ട, കളവ. ഈ നിലക്ക് വല്ലാതെ കളവ് പറയുന്ന ആള് അയാൾ ആരാണ്? മുനാഫിഖിന്റെ പ്രവർത്തനം ചെയ്യുന്ന ആളാണ്. മുനാഫിഖിന്റെ പ്രവർത്തനം ചെയ്യുന്ന ആളാണ് അവൻ. ഇദാ ഹദ്ദസ കദബ, അവൻ വർത്തമാനം പറഞ്ഞാൽ അപ്പൊ കളവ് പറയും. അങ്ങനത്തെ ആള് മുനാഫിഖിന്റെ പ്രവർത്തനം ചെയ്യുന്ന ആളിൽപ്പെട്ട ആളാണ്. മുനാഫിഖിന്റെ പ്രവർത്തനത്തിന്റെ അടയാളമാണ് എന്ന് പറയുന്നു. മുനാഫിഖിന്റെ പിന്നെ ഏതാണ് മുനാഫിഖ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. വിശ്വാസം ഹൃദയത്തിലില്ലാതെ പുറത്തേക്ക് വിശ്വാസിയാണെന്ന് പ്രകടിപ്പിക്കുന്ന ആളാണ് ആര്? മുനാഫിഖ് എന്ന് പറയുന്നത്. കപട വിശ്വാസി എന്ന് മലയാളത്തിൽ പറയും. അവനെ മനസ്സിലാക്കാൻ അള്ളാഹുനുക്കും അള്ളാഹു റസൂലിനുക്കും പറ്റുക. അള്ളാഹു അറിയിച്ചു കൊടുത്തവർക്കും പറ്റും. അള്ളാഹുനും അള്ളാഹു അറിയിച്ചു കൊടുത്തവർക്കും അല്ലാണ്ട് വേറെ ആർക്കും അറിയില്ല. എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ. എന്നാലും ഹൃദയത്തിലുള്ള കാര്യം പലരും എടുത്ത് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളതിനെ പറയണത്. ഒരാള് മുനാഫിഖാണ് നമ്മൾ എന്താക്കരുത്, ഒരാളെ കുറിച്ച് എടുത്ത് പറയാൻ നമുക്ക് നസ്സായ ഖുർആനിന്റെ അല്ലെങ്കിൽ ഹദീസ് കൊണ്ട് നസ്സായിട്ട് ഒരു വ്യക്തിനെ കുറിച്ച് നസ്സായിട്ട് വന്നിടത്ത് മാത്രമേ ആ വ്യക്തി മുനാഫിഖാണെന്ന് പറയാൻ പറ്റുള്ളൂ. നസ്സ് എന്ന് പറഞ്ഞാൽ എന്താ? എതിരഭിപ്രായത്തിന് സാധ്യത അല്ലാത്ത നിലക്കാവണം. ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ എതിരഭിപ്രായത്തിന് സാധ്യത അല്ലാത്ത നിലക്ക് ഒരു വ്യക്തിയെ പറഞ്ഞുകൊണ്ട് ആ വ്യക്തി മുനാഫിഖാണെന്ന് പറഞ്ഞാൽ മാത്രമേ ഒരു വ്യക്തിനെ കുറിച്ച് മുനാഫിഖ് എന്ന പദം നമ്മളെ സംബന്ധിച്ചിടത്തോളം പറയാൻ പറ്റുള്ളൂ. കാരണം ഹൃദയത്തിലുള്ളത് ആർക്കറിയില്ല? നമുക്കറിയില്ല. ഹൃദയത്തിലുള്ള അറിയുന്നവർക്കൊക്കെ പറയാം. ഹൃദയത്തിലുള്ള അള്ളാഹുത്തിൽ ആർക്കെല്ലാം അറിയിച്ചു കൊടുത്തിട്ടുള്ളവർക്കൊക്കെ പറയാം. അത് അറിയിച്ചു കൊടുക്കാത്ത ആളെ സംബന്ധിച്ചിടത്തോളം കേവലം കളവ് പറഞ്ഞെന്ന കാരണം കൊണ്ടോ അല്ലെങ്കിൽ താഴെ പറയുന്ന അടയാളങ്ങളിൽ അത് കണ്ടുവന്നത് കൊണ്ടോ അവൻ എന്താ ആണെന്ന് പറയാൻ പറ്റൂല. മുനാഫിഖാണെന്നും വിധി എഴുതാൻ പറ്റൂല കേട്ടോ. അപ്പൊ ഇവിടെ പറഞ്ഞൊക്കെ എന്താണ്? മുനാഫിഖിന്റെ അടയാളങ്ങളാണ്. മുനാഫിഖിന്റെ അടയാളം മോനുണ്ട്. ഇനി വേറെയും ഹദീസിൽ വരുന്നുണ്ട് വിഷയമായിട്ട്. ഏതായിരുന്നാലും ഒരു ഹദീസിലുണ്ട്, അർബഉൻ കുന്ന ഫീഹി കാന മുനാഫിഖൻ ഖാലിസാൻ ഉണ്ട്. 4 അടയാളങ്ങൾ ഒരാളിൽ നിന്നായിട്ടെങ്കിൽ അവൻ പിന്നെ ആരാണ്? പിന്നെ കലർപ്പില്ലാത്ത മുനാഫിഖാണ്. ഇവിടെ പറഞ്ഞത് എന്താണ്? ആയത്തുൽ മുനാഫിഖ് സലാസ് എന്നാണ്. മുനാഫിഖിന്റെ അടയാളം 3 കാര്യങ്ങളാണ്. വേറെ ഹദീസിൽ എന്തുണ്ട്? വേറെ ഹദീസില് പിന്നെ അർബഉൻ കുന്ന ഫീഹി കാന മുനാഫിഖൻ ഖാലിസാനുണ്ട്. 4 കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ അവൻ കലർപ്പില്ലാത്ത മുനാഫിഖാണ്. അവൻ മുനാഫിഖ് ആണെന്നുള്ള വിഷയത്തിൽ ഒരു ചാഞ്ചാട്ടം വേണ്ട. അത്രമാത്രം അവൻ മുനാഫിഖാണ് കേട്ടോ. അങ്ങനെയുണ്ട്.
അപ്പൊ ഇവിടെ പറഞ്ഞ 3 കാര്യങ്ങളാണെന്ന് 3 കാര്യങ്ങളുണ്ട്. അതിൽ എന്തില്ല, മഫ്ഹൂം ഇല്ലല്ലോ. 3 ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 4 ഇല്ല എന്നുള്ള അർത്ഥത്തിനല്ല. മുനാഫിക്കിന്റെ അടയാളം 2 പറഞ്ഞാല് 2 കാര്യങ്ങൾ മുനാഫിക്കിന്റെ അടയാളങ്ങളായിട്ടുണ്ട്. 3ാമത്തെ ഇല്ല എന്നതിന് അർത്ഥം വെക്കേണ്ടതില്ല. കാരണം അതിന് മഫ്ഹൂം ഇല്ലാന്നൊരു എന്തുണ്ട്, പിന്നെ ഉസൂലുണ്ട്, അടിസ്ഥാനമുണ്ട്. ഒരു എണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ ആ എണ്ണത്തിനേക്കാൾ കൂടുതൽ ഒരു വിഷയത്തിൽ ഉണ്ടാവൂല എന്നുള്ളത് ആ എണ്ണം പറഞ്ഞതിന്റെ മേൽ ആ എണ്ണം പറഞ്ഞുകൊണ്ട് മറ്റും അറിയിക്കൂല എന്നാ. ഒരു ഹദീസിൽ കാണാം, ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നതിന് 25 ഇരട്ടി പ്രതിഫലമുണ്ട്. വേറെ ഹദീസിൽ കാണാം 27 ഇരട്ടി പ്രതിഫലമുണ്ട്. അപ്പൊ എന്താണത്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ 27 എന്തുണ്ട്, 25 ഉണ്ടല്ലോ. 25 ഇരട്ടി പ്രതിഫലം ഉണ്ട്. അപ്പൊ 27 ഇരട്ടി പ്രതിഫലം ഉണ്ട് എന്നുള്ളത് എതിരല്ല 25 ഇരട്ടി പ്രതിഫലം ഉണ്ട് എന്ന് പറഞ്ഞത്. 25 ഇരട്ടി പ്രതിഫലം ഉണ്ട് എന്നുള്ള ഏതാണ്? ഉള്ളത് തന്നെയാണ്, അത് ഇല്ലാത്തതല്ല. അതോട് കൂടെ 2 പോയി കൂടുതലുണ്ട്. അപ്പൊ 27 ഇരട്ടി ഉണ്ട് എന്നുള്ളത് അതും ഏതാണ്? സത്യമാണ്. 2 വാക്കും വൈരുദ്ധ്യമുള്ളതല്ല എന്ന് പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതടിസ്ഥാന പ്രകാരമാണത്? ഒരു എണ്ണം പറഞ്ഞാൽ ആ എണ്ണത്തിനേക്കാൾ കൂടുതലില്ല എന്ന് ആ പറഞ്ഞ എണ്ണം അറിയിക്കൂല, അതിനേക്കാൾ കുറവില്ല എന്നുള്ള അറിയിക്കും. 27 ഇരട്ടി ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 20 കിട്ടൂല, 20 ഇരട്ടിയൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ 26 ഇരട്ടിയൊന്നും ഉണ്ടാവില്ല, 27 ഇരട്ടി മാത്രമേ ഉള്ളൂ. അങ്ങനെ അർത്ഥമില്ല. അതിനേക്കാൾ കുറവില്ല എന്ന അർത്ഥം കിട്ടൂല, പക്ഷെ അതിനേക്കാൾ കൂടുതൽ പിന്നെ ഏതാണ് ഉണ്ട് എന്ന് അതുകൊണ്ട് സ്ഥിരപ്പെടുത്താൻ പറ്റൂല എന്നേ ഉള്ളൂ. 27 ഇരട്ടി ഉണ്ടെന്ന് പറഞ്ഞാൽ 28 ഇരട്ടി ഉണ്ടെന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല, അത് സ്ഥിരപ്പെടുമ്പോഴേ പറയാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ 27 ഇരട്ടി ഉണ്ടെന്ന് പറഞ്ഞാൽ 25 ഇരട്ടിയൊന്നും കിട്ടൂല എന്ന് അതുകൊണ്ട് കിട്ടൂല. 25 ഇരട്ടിയും കിട്ടും, 24 കിട്ടും, 25 കിട്ടും, 27 വരേക്കും കിട്ടും എന്ന് അതുകൊണ്ട് മനസ്സിലാവും. അപ്പൊ ഇവിടെ പറഞ്ഞത് പേരാണ് 3 കാര്യങ്ങളാണെന്ന് പറഞ്ഞതിൽ ഒന്നാമത് പറഞ്ഞത് ഇദാ ഹദ്ദസ കദബ, അവൻ വർത്തമാനം പറഞ്ഞാൽ അവൻ കളവ് പറഞ്ഞവനായിട്ടുണ്ട് കേട്ടോ. അവൻ വർത്തമാനം പറഞ്ഞാൽ കളവ് പറഞ്ഞവനായിട്ടുണ്ട്. ആ രീതിയിൽ വർത്തമാനം പറയുന്ന ആള് ഏതാണ്? മുനാഫിഖിന്റെ അടയാളങ്ങളിൽപ്പെട്ട ഒരു അടയാളമുള്ള ആളാണ്. ഗൗരവമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണത്. വർത്തമാനം പറഞ്ഞാൽ അവൻ കളവ് പറയുന്ന പറഞ്ഞത്. അപ്പൊ എപ്പോഴും ആ കളവ് പറയുന്നൊരു സ്വഭാവം ഉണ്ടാവണം. ഇതാ ഹദ്ദസ, അവൻ സംസാരിച്ചാൽ കദബ, അപ്പൊ അവൻ കളവ് പറഞ്ഞവനായിട്ടുണ്ട്. കളവാണ് അവന്റെ അടുത്തുള്ളത്. സംസാരിച്ചാൽ കളവ് പറയും, അങ്ങനെ സംസാരിച്ചാൽ കളവ് പറയും. ആ നിലയ്ക്ക് കളവ് വർദ്ധിച്ചവനാണോ അവൻ മുനാഫിഖിന്റെ അടയാളങ്ങളിൽപ്പെട്ട അടയാളമുള്ളവനാണ്. ഇദാ വഅദ അഖ്ലഫ, അവൻ വാഗ്ദത്തം ചെയ്താൽ അഖ്ലഫ, അവൻ അത് തെറ്റിച്ചവനായിട്ടുണ്ട്. ഒരു കാര്യം അവൻ വാഗ്ദത്തം ചെയ്താൽ അത് ചെയ്തതുപോലെ പാലിക്കൂല, തെറ്റ് കാണിക്കും. എപ്പോ വാഗ്ദത്തം ചെയ്താലും അതിൽ എന്ത് ചെയ്യും? വാഗ്ദത്ത ലംഘനം നടത്തും. അപ്പോഴാണ് അങ്ങനെ പറയുന്നത് ഇദാ വഅദ അഖ്ലഫ, അവൻ വാഗ്ദത്തം ചെയ്തിട്ടുണ്ടോ അഖ്ലഫ, അതിനവൻ ലംഘിക്കും, അതിൽ ലംഘനം നടത്തിയിട്ടുണ്ടാകും. ലംഘനം നടത്തുന്ന നിലയ്ക്ക് അവൻ വാഗ്ദത്തം ചെയ്യുള്ളൂ. ഈ നിലക്ക് വാഗ്ദത്തം ചെയ്യുന്ന ആൾ ആരാണ്? മുനാഫിഖിന്റെ അടയാളങ്ങളിൽപ്പെട്ട ഒരു അടയാളമുള്ള ആളാണ്. എപ്പോഴെങ്കിലും ജീവിതത്തിൽ വാഗ്ദത്തം ചെയ്തത് പാലിക്കാത്ത ആളാണെങ്കിൽ അവനെ മുനാഫിഖാണെന്ന് വേണ്ടതാക്കുക. നമുക്ക് അങ്ങനെ കിട്ടിയാൽ മതി. എന്തെങ്കിലും ഒരാളെ മുനാഫിഖാക്കാൻ വേണ്ടിയിട്ട്, ഒരാളെ പിന്നെ ഒരാളെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ അതുകൊണ്ട് എടുത്ത് പൊന്തിച്ച് പിടിച്ച് നടക്കും. നമ്മളിൽപ്പെട്ട ചില ആളുകൾക്കുള്ള ഒരു സ്വഭാവമാണ് അതൊക്കെ നമ്മൾ തിരുത്തണം. ഇവിടെ പറഞ്ഞ എന്താണ്? ഇതാ ഹദ്ദസ കദബ, അവൻ സംസാരിച്ച കളവ് പറഞ്ഞു. സംസാരിക്കുമ്പോ ഒക്കെ കളവ്. അവൻ അങ്ങനത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അടക്കം പറയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് ഹത്താണല്ലോ, ഏറ്റവും വലിയ ഹത്തായ കാര്യമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുള്ളത്. അതടക്കം അവൻ എന്താക്കൂല, പറയലുണ്ടാവൂല. കാരണം അത് ഹത്താണ്. അവൻ സംസാരിച്ചാലേ കളവ് പറയുന്ന അങ്ങനത്തെ ആളാ. അങ്ങനത്തെ ആള് പിന്നെ ഇസ്ലാമിൽ ഇല്ലല്ലോ. മുനാഫിഖ് തന്നെയാണല്ലോ. അവൻ മുനാഫിഖ് ആവൂല, ചിലപ്പോ കാഫിർ തന്നെ ആവും. വർത്താനം പറഞ്ഞാൽ എന്നിട്ട് അവൻ പേരിന് ഞാൻ മുസ്ലിം ആണെന്ന് പറഞ്ഞ് നടക്കുകയാണെങ്കിൽ
അവന് പിന്നെ പറയാൻ പറ്റുള്ളൂ, മുനാഫിഖാണെന്നേ പറയാൻ പറ്റുള്ളൂ. എപ്പോഴും കളവ് പറയുന്നവൻ, ആ രീതിയിൽ എപ്പോഴും വാക്തത്വ ലംഘനം നടത്തുന്നവൻ, എപ്പോഴും വാക്തത്വ ലംഘനം നടത്തും. അവൻ വാക്തത്വം ചെയ്താൽ അഖ്ലഫ, ആ വാക്തത്വം ചെയ്തതിനെ അവൻ പൂർത്തീകരിച്ച് വീട്ടുകയില്ല. ആ നിരക്ക് അവൻ വാക്തത്വ ലംഘനം നടത്തും. അതേപോലെ ഖാൻ, അവനെ വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ടാൽ ഖാന അവൻ വഞ്ചിക്കുകയും ചെയ്യുന്നതാണ്. അവനെ വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ടാൽ ഖാന അവൻ ആ വിഷയത്തിൽ വഞ്ചന നടത്തും. എപ്പോഴെങ്കിലും ഒരിക്കൽ വഞ്ചന നടത്തിയത് കൊണ്ട് മാത്രമല്ല, എപ്പോഴും അവൻ വിശ്വസിച്ചേൽപ്പിക്കപ്പെടുന്നുണ്ടോ അപ്പോഴൊക്കെ വഞ്ചന നടത്തുക. ഈ രീതിയിൽ ചെയ്യുമ്പോ മുനാഫിഖിന്റെ അടയാളങ്ങളുള്ള ആളാണത് അവന് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മുത്തഫഖുൻ അലൈഹി, ഈ ഹദീസ് ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്തതാണ്. എന്താ ഇവിടെ വാക്തത്വം ചെയ്താൽ ലംഘിക്കും എന്ന് പറഞ്ഞത് മുനാഫിഖിന്റെ അടയാളത്തിൽപ്പെട്ടാണ് നമ്മൾ എണ്ണിയതോ? അത് ചില സമയത്ത് എങ്ങനെ ഉണ്ടാവും? വാക്തത്വം ചെയ്യുന്നതിന്റെ മുമ്പ് തന്നെ തീരുമാനിക്കും ഞാനത് ചെയ്യൂല. വാക്തത്വം ചെയ്യുന്നതിന്റെ മുമ്പ് തന്നെ തീരുമാനിക്കും ഞാൻ ഈ വാക്തത്വം ചെയ്യണത് വെറുതെ ചെയ്യാതാണ്, ഇത് ഞാൻ ചെയ്യൂല, വാക്തത്വം ചെയ്യപ്പെട്ട കാര്യം ഞാൻ നിർവഹിക്കൂല എന്ന് ആദ്യമേ, ഞാൻ പൂർത്തിയാക്കി വിട്ടില്ല എന്ന് ആദ്യമേ അവൻ മനസ്സിൽ ഉറപ്പിച്ച് വാക്തത്വം ചെയ്യുന്ന ആള് ആകുമ്പോഴാണ് എന്ത് ചെയ്യുക, ഈ പറഞ്ഞ വിഷയം പിന്നെ ഇവൻ ബാധകനാകുന്നത്. എന്നല്ലാതെ ഒരാൾക്ക് ആഗ്രഹമുണ്ട്, ആ ആഗ്രഹം അനുസരിച്ച് അത് ചെയ്യണമെന്ന് നടപ്പിലാക്കണമെന്ന് ഉദ്ദേശിക്കും ചെയ്തിട്ട് വാഗ്ദത്തം ചെയ്തതാണ്. സംഗതിവശാൽ ആ ആഗ്രഹം പൂവൺ ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല. ഈ രീതിയിൽ വാഗ്ദത്തം ചെയ്തിട്ട് അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാൻ സാധിക്കാത്ത ആള് ഈ മുനാഫിഖിന്റെ അടയാളത്തിൽപ്പെട്ട ആളാവൂല. ഇമാം സുയൂത്തി തങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. കേട്ടോ, മറ്റിമാമികൾ പറയുന്നുണ്ട് സുമ്മ മഹല്ലുഹു ഫീമൻ അസമ അലൽ ഖുൽഫി ഹാലൽ വാഅദ്, വാക്തത്വം ചെയ്യുന്ന അവസരത്തിൽ തന്നെ വാക്തത്വം ലംഘിക്കും എന്ന് തീരുമാനമെടുത്ത ആളിലാണ് ഇത് നടപ്പിലാവുന്നത്. അമ്മാലൗ അസമ അലൽ വഫാഇ ഹാലൽ വാഅദി, വാക്തത്വം ചെയ്യുന്ന അവസരത്തിൽ അതനുസരിച്ച് പ്രവർത്തിക്കുമെന്ന് തീരുമാനിച്ച ആളാണെങ്കിലോ സുമ്മ സന്നഅതുഹുൽ അഖ്ദാറു, പിന്നെ അള്ളാഹുവിന്റെ വിധി അവന് ഇതിനെതിരായിട്ടുണ്ട്, അവനക്ക് യോജിച്ചു വന്നില്ല, അത് ചെയ്യാൻ അവനക്ക് സാധ്യമായില്ലെങ്കിൽ ഫലാ യകൂനു ഫീഹി ആയത്തുൻ നിഫാഖ്, അവനിൽ ഈ പറയപ്പെട്ട കപട വിശ്വാസത്തിന്റെ അടയാളം ഉള്ള ആളാകുന്നില്ല. പിന്നെ അപ്പൊ അതുകൊണ്ട് തന്നെ വാക്തത്വം ചെയ്യപ്പെട്ട കാര്യം നിർബന്ധമാണ് എന്ന് പറയുന്നത് എവിടെയാണ്? ആരെങ്കിലും ഇങ്ങനെ ചെയ്യൂലാന്ന് കരുതിയിട്ട് ആരെങ്കിലും വാഗ്ദത്തം ചെയ്താൽ അവന് നിർബന്ധം തന്നെയാണ് അത് ചെയ്യല്. ചെയ്യൂലാന്ന് ആദ്യം കരുതിയിട്ട് വാഗ്ദത്തം ആരെങ്കിലും ചെയ്താല് അത് ചെയ്യേണ്ട. അപ്പൊ തൽക്കാലം ആൾക്കാരുടെ മുമ്പിൽ നമ്മൾ വാഗ്ദത്തം ചെയ്യാന്ന് കരുതിയിട്ടുണ്ട്, ആൾക്കാരുടെ മുമ്പിൽ വാഗ്ദത്തം ചെയ്തു, ചെയ്യേണ്ടെന്ന് തന്നെ തീരുമാനിച്ചത്. അങ്ങനെ തീരുമാനിച്ച് ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ അവനക്ക് അത് എങ്ങനെങ്കിലും നടപ്പിലാക്കാൻ നിർബന്ധ. മനസ്സിലായില്ലേ? പിന്നെ ഖാന, വിശ്വസിച്ചാൽ വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട കാര്യത്തിൽ വഞ്ചന നടത്തുകയും ചെയ്യുക. വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളായതുകൊണ്ടാണ് ഈ മൂന്നെണ്ണത്തിന് പ്രത്യേകമായി പറയാൻ കാരണം കേട്ടോ. രഹസ്യം പരസ്യത്തിനോട് എതിരാകുക എന്ന് പറയുന്ന വിധത്തിലുണ്ട്. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. രഹസ്യം എന്താവുക, പരസ്യത്തിനോട് എതിരാകുക എന്ന് പറയുന്നത്. അവന്റെ മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള കാര്യത്തിന് എതിരാണ് എന്ത് അവൻ പുറത്തേക്ക് കാണിക്കുന്നത്. അതാണ് നിഫാഖിന്റെ ഒന്നാമത്തെ അടയാളം. അപ്പൊ അത് ഈ മൂന്നിലുണ്ട് കേട്ടോ.
ഈ മൂന്നിലുണ്ട് എന്തെന്ന് രഹസ്യത്തിനോട് എതിരാക്കുക എന്ന് പറയുന്ന കാര്യം. അതേപോലെ ഒരു വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട കാര്യം ആകുമ്പോ അതിന്റെ പരസ്യം എന്താ? അത് ഏൽപ്പിക്കപ്പെട്ട കാര്യം അനുസരിച്ച് ചെയ്യലാണ്. അതിനുള്ളിലൂടെ അവൻ ചതി ചെയ്യാന്ന് പറയുന്നത് ആ മറഞ്ഞു കിടക്കുന്ന കാര്യമാണ്. അപ്പൊ അങ്ങനെ മറഞ്ഞു കിടക്കുന്ന കാര്യം എതിരായി വരിക എന്ന് പറയുന്നത് ഈ മൂന്നിലുണ്ട് എന്നതാണ് ഈ മൂന്നും പ്രത്യേകത പറയാൻ കാരണം. കളവ് പറയുന്നിടത്തും അങ്ങനെ തന്നെ ഉണ്ട്. യാഥാർത്ഥ്യത്തിന് എതിരെ പറയലാണല്ലോ കളവ് എന്ന് പറയുന്നത്. അപ്പോ കളവിനെ പരസ്യമാക്കി പറഞ്ഞ എന്താ? യാഥാർത്ഥ്യമാകുന്ന അവൻ മൂടി വെച്ചിട്ടുള്ള യാഥാർത്ഥ്യം, ആ മൂടി വെച്ചതിന് എതിരുള്ളതാണ് അവൻ പറഞ്ഞത്. അപ്പൊ മൂടി വെച്ച രഹസ്യമായി കിടക്കുന്ന കാര്യമാണ്. അങ്ങനെ രഹസ്യം പരസ്യത്തിനോട് എതിരായി വരിക എന്ന് പറയുന്നത് ഈ മൂന്നിലുള്ളത് കൊണ്ടാണ് ഈ മൂന്നും പ്രത്യേകം എടുത്തു പറയാൻ കാരണം. പിന്നെ وفي رواية وإن صام وصلى وزعم أنه مسلم. وفي رواية മറ്റൊരു റിപ്പോർട്ടിലുണ്ട് وإن صام നോമ്പെടുത്താലും ശരി وصلى നിസ്കരിച്ചാലും ശരി وزعم أنه مسلم ഞാൻ മുസ്ലിമാണ് എന്നവൻ വാദിച്ചാലും ശരി അവൻ നിഫാഖിന്റെ അടയാളങ്ങളുള്ള ആള് തന്നെയാണ്, മുനാഫിഖിന്റെ പ്രവർത്തനം തന്നെയാണ് അവൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. മുനാഫിഖിന്റെ പ്രവർത്തനം ചെയ്തെന്നുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. മുസ്ലിം മുസ്ലിമാണെന്ന് വാദിച്ചാലും ശരി നിസ്കരിച്ചാലും ശരി നോമ്പെടുത്താലും ശരി. പിന്നെ അന്നുള്ള എന്താണ് നമ്മൾ തീരുമാനിക്കുന്നിടത്ത് ചിലപ്പോ പ്രശ്നം ഉണ്ടാവും കേട്ടോ. ഒരാള് വിശ്വസിപ്പിക്കപ്പെട്ടിട്ട് ആ കാര്യം അവൻ ലംഘിച്ചു, അവന് അതിൽ വഞ്ചിച്ചു എന്ന് പറയുമ്പോൾ ചിലപ്പോ നമ്മൾ അങ്ങനെ ഒരാളെ കുറിച്ച് തീരുമാനിക്കുന്നിടത്ത് തെറ്റുണ്ടാവും. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ടുണ്ടാകും, പക്ഷെ അവൻ ഏറ്റെടുത്തിട്ടുണ്ടാവില്ല. അങ്ങനെ സംഭവിച്ചേക്കാം. ഇതും നിങ്ങൾ നോക്കണം എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ ഇടത്തിൽ പൊഴി കൊടുത്തു നിർത്തും. അത് അപ്പത് ഞാൻ പറഞ്ഞു എന്നെ ഏൽപ്പിക്കാൻ കേട്ടോ, എനിക്ക് നോക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവും ഒരു പക്ഷെ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കെ തന്നെ അല്ല നിങ്ങളെ നോക്കണം, വേറെ പിന്നെ നിങ്ങളെ നോക്കണം എന്ന് പറഞ്ഞിട്ട് അവനോട് വെച്ചാൽ പോയി, പിന്നെ അവന്റെ അടുത്ത് കൊടുക്കാൻ പറ്റിയില്ല. ആ രീതിയിൽ അവനോട് എന്റെ മുന്നിൽ വെച്ച് പോയി. നിനക്കത് നോക്കണമെന്ന് ഉത്തരവാദിത്തമൊന്നുമില്ല, നിർബന്ധ ഉത്തരവാദിത്തമായിട്ട് ഏറ്റെടുത്തിട്ടില്ല, നോക്കിയാൽ നല്ലതാണ്. അപ്പോ അവൻ ഏറ്റെടുക്കുകയും കൂടി ചെയ്തിട്ടുള്ള അമാനത്തിനെ കുറിച്ചാണ് പിന്നെ ആ അമാനത്തിനെ അത് വേണ്ടതുപോലെ നിർവഹിച്ചിട്ടില്ലെങ്കിലാണ് അതിൽ വഞ്ചന നടത്തി എന്ന് പറയാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഇതാ വാദ അഖ്ലഫ എന്ന് പറഞ്ഞല്ലോ, വാക്തത്വം ചെയ്താൽ അവൻ അതിന് ലംഘനം നടത്തിയവനായി. അങ്ങനെ ലംഘനം നടത്തുന്ന ആളും മുനാഫിക്കിന്റെ അടയാളം ഉണ്ട്. ഒരാൾ വാക്തത്വം ചെയ്യുന്നുണ്ട്, അത് പിന്നെ നിർവഹിക്കുന്നത് കാണാനും ഇപ്പൊ നമ്മൾ തീരുമാനിച്ച മുനാഫിക്കിന്റെ അടയാളം ചെയ്ത ആളാണ്. അതും നമുക്ക് തീരുമാനിക്കാൻ പറ്റൂല. നേരത്തെ നമ്മൾ അതിന്റെ ഒരു ഷർത്തും പറഞ്ഞു, എന്താണ് വാദ ചെയ്യുന്ന അവസരത്തിൽ തന്നെ അവന്റെ മനസ്സിലുണ്ടാവണമെന്ന് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ വാദ ചെയ്യണത്. വാക്തത്വം ചെയ്യുന്ന അവസരത്തിൽ തന്നെ ജനങ്ങളുടെ ഇടയിൽ വെറുതെ പിന്നെ ആളാകുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അല്ലെങ്കിൽ മറ്റു വേറെ എന്തെങ്കിലും താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് എന്താക്കിയത് അവൻ വാക്തത്വം ചെയ്തത്. ആ വാക്തത്വം ചെയ്യുന്നത് പോലെ തന്നെ കൊണ്ടുവരണം, അത് പ്രവൃത്തിഭാഗത്തിൽ കൊണ്ടുവരണം എന്ന് അവന് ഉദ്ദേശമില്ലാതെ ചെയ്തിടത്ത് മാത്രമേ ഇതെന്താവുള്ളൂ. വാക്തത്വം ചെയ്തിട്ട് അതിനെതിരെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് നിഫാഖിന്റെ അടയാളമായിട്ട് എണ്ണപ്പെടുകയുള്ളൂ. എന്നല്ലാതെ മനസ്സിലവർക്ക് ആഗ്രഹമുള്ളത് എങ്ങനെ തന്നെയായിരുന്നു, വാക്തത്വം ചെയ്ത പോലെ തന്നെ കൊണ്ടുവരാനായിരുന്നു. പിന്നീട് അവർക്കത് കൊണ്ടുവരാൻ സാഹചര്യം പ്രതികൂലമായി കൊണ്ടുവരാൻ പറ്റിയില്ല എങ്കിൽ പലരും നമ്മളിൽപ്പെട്ട പലരും അതിനെപ്പറ്റി വിലയിരുത്തുമ്പോൾ മുനാഫിഖിന്റെ അടയാളം ചെയ്ത ആളായിരുന്നു. മഅനല്ലാഹ്, ഇങ്ങനെ മറ്റുള്ള ആളുകളുടെ മേലിൽ കുറ്റം ആരോപിക്കുന്ന വിഷയത്തിൽ നമ്മൾ ഒരിക്കലും മുമ്പന്തി ഉണ്ടാവാൻ പാടില്ല. അത് നമുക്ക് കേടായിട്ട് വരും. അപ്പൊ ഒരാൾ വാക്തത്വ ലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനവർക്ക് എന്തെങ്കിലും സാഹചര്യങ്ങളെ പ്രതികൂലമായിട്ടുണ്ടായിരിക്കും. അങ്ങനെ ആ വഴിക്കാണ് നമ്മൾ മറ്റൊരാളെ കുറിച്ച് എപ്പോഴും അനുമാനിക്കേണ്ടത്. ഇത് എവിടെയാണ് ബാധകമാണെന്ന് വെച്ചാല് ഓരോരുത്തരും ചിന്തിക്കണം, എന്നിൽ നിഫാഖിന്റെ അടയാളം വരുന്നുണ്ടോ, ഞാൻ മുനാഫിഖായി പോകുന്ന പ്രവർത്തനം ചെയ്യുന്നുണ്ടോ എന്ന് ഓരോരുത്തരും ചിന്തിക്കാനല്ലാതെ മറ്റൊരാൾക്ക് മുനാഫിഖിന്റെ പ്രവർത്തനം ഉണ്ടാകുന്നുണ്ടോ എന്നൊന്നും ഇതുകൊണ്ട് തെളിവാരും പിടിക്കാൻ നിൽക്കണ്ട. ഈ ഹദീസ് കൊണ്ട് മറ്റൊരാൾക്ക് നിഫാഖിന്റെ പ്രവർത്തനം അല്ലേ അയാൾ ചെയ്യണത്, അയാൾ അങ്ങനെയല്ലേ ചെയ്യണം, അങ്ങനെ തെളിവെടുക്കാൻ നിൽക്കണ്ട. കാരണം അതവർക്ക് വിവിധ ഒഴിവുകൾ ഉണ്ടായേക്കാം. ഒരു പക്ഷേ നമ്മൾ അറിഞ്ഞുകൊള്ളണമെന്നില്ല. പിന്നെ നമ്മൾ ആ തെളിവ് പിടിച്ചവർക്ക് ബാത്തിലായി പോകും. പിന്നെ എവിടെയാണ് ബാധകമാവുന്നത്? നമ്മിൽ ഓരോരുത്തരും ഇത്
പരീക്ഷിച്ചു നോക്കണം. ഓരോരുത്തരും അവനവനിൽ പരിശോധിച്ചു നോക്കണം. എന്നിൽ ഈ വർത്തമാനം പറയുമ്പോഴൊക്കെ കളവ് പറയുക എന്ന് പറയുന്ന വളരെ അപകടകരമായിട്ടുള്ള ഈ അവസ്ഥ എന്നിലുണ്ടോ എന്നുള്ളത് നമ്മളൊക്കെ ഓരോരുത്തരും ചിന്തിക്കണം. അതേപോലെ തന്നെ വാക്തത്വം ചെയ്തിട്ട് അതിന്റെ ഭിന്നത ചെയ്യുക എന്ന കാര്യം എന്നിലുണ്ടോ എന്നുള്ളത് ചിന്തിക്കുക. ഉണ്ടെങ്കിൽ അത് തിരുത്താൻ ശ്രമിക്കുക. വിശ്വസേൽപ്പിക്കപ്പെട്ട കാര്യം അത് മുറ പോലെ നിർവഹിക്കാതിരിക്കുക എന്ന പ്രവർത്തനം എന്നിലുണ്ടോ എന്ന് ഓരോരുത്തരും ചിന്തിക്കുക. അതുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഉണ്ടെങ്കിൽ കാല മുനാഫിഖൻ ഖാലിസ, ഞാൻ ആരാധനയായിട്ടുണ്ട്, ഖാലിസായ മുനാഫിഖ് തന്നെ ആയിട്ടുണ്ട് എന്ന് കരുതിയിട്ട് ഉടനെ പരിശുദ്ധമായ കലിമത്ത് തൗഹീദും തൗബയും ഒക്കെ ചെയ്തുകൊണ്ട് പൂർണ്ണ മുഅ്മിനായിട്ട് മാറാൻ ഓരോരുത്തരും ശ്രമിക്കണം. അല്ലെങ്കിൽ ഇതിന്റെ അടയാളപ്പെട്ട ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ ആ ഒന്നിൽ നിന്നും പൂർണ്ണമായിട്ടും ഒഴിവായി പൂർണ്ണമായി തൗബ ചെയ്ത് നിന്നാവാൻ ശ്രമിക്കണം എന്നാണ് ഈ ഹദീസൊക്കെ പഠിപ്പിക്കുന്നത്. നല്ല മറ്റൊരാളുടെ പേരിൽ ആരോപിക്കാൻ വേണ്ടിയിട്ട് എന്താക്കണ്ട, ഇതൊന്നും തെളിവായിട്ട് ആരും കൊണ്ട് നടക്കണ്ട. പിന്നെ എന്താണ്, കണ്ണ് കാണാത്തവനെ പോലെയും ചെവി കേൾക്കാത്തവനെ പോലെയും ജീവിക്കാം. അതിന്റെ കണ്ണ് കാണാത്തവനും ചെവി പോലെ തന്നെ ഇപ്പോൾ ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. കണ്ണ് കാണാൻ പാടുമ്പോൾ ജീവിക്കണം. അപ്പോഴല്ലേ തെറ്റ് കണ്ടാലേ നമുക്ക് തിരുത്താൻ പറ്റുള്ളൂ. ഇപ്പൊ ഏത് അർത്ഥത്തിനാണ് പറഞ്ഞെന്ന് അറിയില്ല. ബിസ്മില്ല നല്ലത് നമ്മളെ വേണ്ടപ്പെട്ട ആളാണ് കേട്ടോ. ഏത് അർത്ഥം നല്ല അർത്ഥം ഉദ്ദേശിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് നമ്മളതിനെ കുറ്റപ്പെടുത്തണ്ട. പിന്നെ മദ്രസ എത്തിയോ? മാഷാ അല്ലാഹ്. മദ്രസ എത്തിയിട്ടുണ്ടല്ലേ. റഹ്മുർ-റഹീമിൻ അല്ലാഹു തആല നമുക്ക് നാഫിയായ ഇൽമ് പഠിക്കാനും പ്രവൃത്തി ഭാഗത്തിൽ കൊണ്ടുവരാനൊക്കെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള അപാകതകളെല്ലാം റഹ്മുർ-റഹീമിനായ അല്ലാഹു തആല പരിശുദ്ധമായ ക്ലാസ് റൂമിൽ ഒരു സെക്കൻഡെങ്കിലും നാം ഒരുമിച്ച് കൂടിയിട്ടുണ്ട് എന്നത് സ്വീകരിച്ചുകൊണ്ട് അല്ലാഹു തആല നമുക്ക് മഗ്ഫിറത്ത് നൽകട്ടെ. നമ്മുടെ തെറ്റുകളെല്ലാം അല്ലാഹു അവന്റെ മഹദായ ഫള് കൊണ്ട്, അവന്റെ മഹദായ ഫള് അതിമഹത്തരമാണ്, അതിവലുതാണ്. നാം ചിന്തിക്കുന്നതിനേക്കാളും എത്രയോ വലുതാണ് അല്ലാഹുവിന്റെ ഔദാര്യം. ആ ഔദാര്യം കൊണ്ട് നമ്മുടെ ഈ ചെറിയ അമല് സാലിഹാമലായി സ്വീകരിച്ച് നമ്മെ അവന്റെ സാലിഹ്യങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് ഏൽപ്പിച്ച ആളുകളുടെ എല്ലാവരുടെയും എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും റഹ്മുർ-റഹീമിൻ അല്ലാഹു എളുപ്പത്തിൽ ഹാസിലാക്കി കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളിലും അവരിലുമുള്ള എല്ലാ ആവശ്യങ്ങളും നീ വീട്ടിത്തരണം റഹ്മാനെ. നീ എളുപ്പമാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ദുആ കൊണ്ട് ഏൽപ്പിച്ചവരിലും ഏൽപ്പിക്കാൻ ഉദ്ദേശിക്കുന്നവരിലും അതേപോലെ ഏൽപ്പിക്കാൻ കഴിയാത്തവരായ ഞങ്ങളുടെ സഹോദരന്മാരിലും ഒക്കെ ഉള്ള എല്ലാ ഹാലത്തുകളും നീ വീട്ടണേ റഹ്മാനെ. ബലാ മുസീബത്തുകൾ നീ തടുക്കണേ റഹ്മാനെ. നിന്റെ മഹ്ദായ ഫള് കൊണ്ട് ഞങ്ങളെ ഇരു വീട്ടിലും ഉന്നത വിജയം നേടിയവരിൽ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങൾ, ദുആ കൊണ്ട് ഏൽപ്പിച്ച ആളുകൾ, അവരുടെ ഭാര്യ സന്താനങ്ങൾ, ഞങ്ങളിൽ നിന്ന് രോഗികളായി കിടക്കുന്നവർ, മാനസികവും ശാരീരികവുമായ വ്യത്യസ്ത രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവർ, ഈമാനിനെ നഷ്ടപ്പെടുത്തുന്ന രോഗങ്ങൾ കൊണ്ട് രോഗങ്ങൾക്ക് അടിമപ്പെട്ട ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ റഹ്മുർ-റഹീമിനായ റബ്ബേ അവർക്ക് എല്ലാവർക്കും നീ പൂർണ്ണമായ ശമനം നൽകണം റഹ്മാനെ. കാമില ഈമാൻ കൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണം റഹ്മാനെ. റഹ്മുർ-റഹീമിനായ അല്ലാഹുവേ നിന്റെ സാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ആഫിയത്തുള്ള ദീർഘായുസ്സ് അനുഗ്രഹിക്കണേ റഹ്മാനെ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل اللهم فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما. ഭാര്യക്ക് തീരെ സുഖമില്ല എന്ന് പറഞ്ഞ് ഒരു നമ്മളെ പ്രിയപ്പെട്ട പ്രധാനപ്പെട്ട ഇഷ്ടപ്പെട്ട ഒരാള് പ്രത്യേകം അറിയിച്ചിട്ടുണ്ട്. റഹ്മുർ-റഹീമിനായ അല്ലാഹു അദ്ദേഹത്തിന്റെ ഭാര്യക്ക് നീ സുഖം നൽകണം റഹ്മാനെ. അതുപോലെ ആരെല്ലാം ഞങ്ങളിൽ നിന്ന് രോഗികളായിട്ടുണ്ടോ റഹ്മുർ-റഹീമിനായ അല്ലാഹു അവർക്ക് നീ പൂർണ്ണ ശിഫ എളുപ്പമാക്കണേ റഹ്മാനെ. ചോദിക്കാൻ ഞങ്ങൾക്ക് യാതൊരു അർഹതയും അവകാശവും ഇല്ല. എങ്കിലും നിന്റെ മഹദായ ഫള് കൊണ്ട് സാധുക്കളായ കാമിലീങ്ങളായ ഈമാനില്ലാത്ത ആളുകളാണെങ്കിലും പടച്ചവരെ നിന്റെ റഹ്മത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നവരാണ്. ഞങ്ങൾക്ക് നീ പൂർണ്ണ സുഖം നൽകണം റഹ്മാനെ. ആഫിയത്ത് നൽകണം റഹ്മാനെ. ദുആ കൊണ്ട് ഏൽപ്പിച്ച മുഴുവൻ സഹോദരി സഹോദരന്മാരുടെയും എല്ലാ ഉദ്ദേശങ്ങളും നീ ഹാസിലാക്കി കൊടുക്കണേ റഹ്മാനെ.
ഞങ്ങളുടെ കടങ്ങൾ എളുപ്പത്തിൽ വീട്ടിത്തരണേ റഹ്മാനെ, ബാധ്യതകൾ നീ എളുപ്പത്തിൽ നിറവേറ്റിത്തരണേ റഹ്മാനെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ഖൈറായ ജോലി കിട്ടാൻ വേണ്ടി നമ്മളെ പ്രിയപ്പെട്ട ആള് ദുആ ചെയ്യാൻ വേണ്ടി അറിയിച്ചിരിക്കുന്നു. റഹ്മാൻ അല്ലാഹു നീ ഖൈറായ ജോലി എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ. നല്ല ശമ്പളമുള്ള ജോലി, നല്ല ബർക്കത്തുള്ള ജോലി, ചെയ്യാൻ വിഷമമില്ലാത്ത ജോലി, നിന്റെ ദീനീ പ്രവർത്തനത്തിന് തടസ്സം നിൽക്കാത്ത നിലക്കുള്ള നല്ല ഖൈറായ ജോലി നീ എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ. നീ സന്തോഷത്തിലാക്കണേ റഹ്മാനെ. റഹ്മാൻ അല്ലാഹു ഞങ്ങളുടെ എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും നീ അകറ്റിത്തരണം റഹ്മാനെ, നീ അകറ്റണേ റഹ്മാനെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. എല്ലാവരും ദുആ ചെയ്യണം എന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.